Good morning, all. I am available, and we will start as and when people started coming in. Right. Hi, Arun. Arun. We'll start once. We'll start in 5 minutes time, like the maximum 5 minutes. We'll start because we don't have. നമുക്ക് അത്ര സമയമില്ല waste ചെയ്യാൻ. We don't have that much time to waste. Definitely, like. Yeah, Nitya. Good morning. Devdarshan Sajit. Good morning. Hi, Pravina. Good morning. Arun. Hi, Abhijit. Okay, hi. So I feel we should not waste that much of time. We should start right across. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ CS എക്സിക്യൂട്ടീവിൻ്റെ ഡിസംബർ ബാച്ചാണ്. ഡിസംബർ ബാച്ചിൽ ഡിസംബർ 21 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ എക്സാമിന് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നൊരു പേപ്പറാണ്. ഈ ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞ പേപ്പർ നമ്മൾ ഫൈനൽ റൗണ്ട് ഓഫ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം 2 അല്ലെങ്കിൽ 3 പ്രാവശ്യത്തിൽ 3 times റിവ്യൂ കഴിഞ്ഞതാണ്, നമ്മുടെ റിവിഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില ഒരു ഫൈനൽ റൗണ്ട് ഓഫ് ടച്ചപ്പ് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു പ്രോപ്പർ എല്ലാം മനസ്സിലാക്കുന്നതല്ല, ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഹൈ സമന്യ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഡിസംബർ 21 തുടങ്ങുന്ന എക്സാമിൻ്റെ ആ എക്സാമിന് നമ്മൾ ഇപ്പോൾ ആൾറെഡി നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ അറൗണ്ട് 3 times റിവിഷൻ കഴിഞ്ഞതാണ്. ജൂറിസ്പ്രുഡൻസിലൊന്നും ഇനി അത്ര വലിയ ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ല അവസാനത്തെ ഏതൊക്കെ ചാപ്റ്ററാണ്, ഏതൊക്കെ ടോപ്പിക്സാണ് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കമ്പനി സെക്രട്ടറിഷിപ്പ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം നമുക്ക് മുന്നിലേക്ക് പോകാൻ. കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറയുന്ന കോഴ്സ് ഭയങ്കര ലൈറ്റർ സ്പിരിറ്റിൽ എടുക്കേണ്ട ഒരു കോഴ്സല്ല. ഇത് ഡ്രീമുള്ള കുട്ടികൾ ചെയ്യേണ്ട കോഴ്സാണ്. ലൈഫിൽ ഒരു വളരെ വലിയ സ്വപ്നങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ട കോഴ്സാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മളതിനെ വളരെ ലൈറ്റായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യുന്നത് പോലെ ചെയ്താൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളതിനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുക. കാരണം ലൈഫിൽ വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ബി ഫോക്കസ്ഡ്. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാം. ഒന്ന്, ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് ഒരു സെൽഫ് സ്റ്റഡി അപ്രോച്ചിലുള്ള കോഴ്സാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു +2 കഴിഞ്ഞ കുട്ടി, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടി ഇത്രയും വലിയ ഒരു കോഴ്സ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി കോഴ്സ്, ഇത് സ്റ്റാറ്റ്യൂട്ടറി കോഴ്സാണ്.
ഒരു സ്റ്റാറ്റ്യൂട്ടറി കോഴ്സ് പഠിക്കുന്നത് ഒരു സെൽഫ് സ്റ്റഡി അപ്രോച്ചിലാണെങ്കിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മാർക്കറ്റിൽ നിങ്ങൾ പലരോടും നിങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഞാൻ CS ആണ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നോ 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 ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞത്. കാരണം എന്താ, അത് പഠിക്കാൻ പറ്റില്ല എന്ന് അവർ പറയാനുള്ള ഏറ്റവും വലിയ കാരണം തന്നെ ഇതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കോഴ്സ് നമ്മൾ സെൽഫ് സ്റ്റഡി അപ്രോച്ച് ആണെങ്കിലും ഒരു ഗൈഡഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മെൻറ്റേഡ് അപ്രോച്ചാണ് ഈ കോഴ്സ് പാസ്സാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. ഒരു മെൻറ്റർ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. പഠിപ്പിക്കുന്ന ആളല്ല മെൻറ്റർ, പഠിപ്പിക്കുന്ന ആൾ മെൻറ്റർ അല്ല, ഹീസ് ഓൺലി എ ടീച്ചർ. മെൻറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വളരാൻ സഹായിക്കുന്ന ആൾ, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ വളരാൻ സഹായിക്കുന്ന ആൾ, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഉപദേശിച്ച് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ആൾ. കാരണം നമ്മളൊരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ എടുക്കുമ്പോൾ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആ ഒരു പ്രൊഫൈൽ നമുക്ക് കിട്ടുമ്പോൾ ആ പ്രൊഫൈൽ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ശരിയല്ലേ? കാരണം ഒരു സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ എന്ന് പറയുമ്പോൾ വെറും പൈസ മാത്രമല്ല, നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ കോഴ്സ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു മെൻറ്റേഡ് അപ്രോച്ചാണ് ഈ കോഴ്സ് പെട്ടെന്ന് പാസ്സാകാനുള്ള ഏറ്റവും എളുപ്പം. ആൻഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഒരു സമയമാണ്. ഈ കോഴ്സിന് ഏറ്റവും ഡിമാൻഡ് കൂടാൻ പോകുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ പുതിയ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾസ് പ്രകാരം ഒരു കംപ്ലയൻസ് റെജീമാണ് വരുന്നത്. അതായത് പണ്ട് നമ്മളൊരു ഓഫീസിൽ പോകുന്നു, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിനോട് വെയിറ്റ് ചെയ്യുന്നു, അതിനാർക്കെങ്കിലും ബ്രൈബ് ചെയ്യുന്നു, അല്ലേ? അത് നമ്മൾ ഇത് ഒരു 5 or 6 ലെവൽ ബ്രൈബ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊന്നും ചെയ്യാനില്ല, അതൊരു ഓഫീസിൽ ഒരു അറ്റൻഡൻറ്റും ചെയ്യാൻ പറ്റുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ആരും അന്വേഷിച്ച് വരില്ല. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സുനിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്തേക്ക് ആരും അന്വേഷിച്ച് വരില്ല. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി വീട്ടിലേക്ക് എത്തും. അങ്ങനെ ഒരു റെജിം വരുന്ന സമയത്ത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ഭയങ്കര വാല്യൂ വരാൻ പോവാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാൻ നിങ്ങളെടുക്കുന്ന തീരുമാനം വളരെ പ്ലാൻഡ് ഡിസിഷൻ ആയിരിക്കണം. ഹരിപ്രിയ, ഹായ്. നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനം വളരെ സ്ട്രോങ് തീരുമാനമായിരിക്കണം. കാരണം അങ്ങനെ ഒരു സ്ട്രോങ് തീരുമാനം എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് വാട്ട് ഐ മേഡ് ഈസ് ലൈക്ക് ഡോണ്ട് ഡു ദ മിസ്റ്റേക്ക് ഓഫ് ലൈക്ക് സെൽഫ് സ്റ്റഡി ഒരു മിസ്റ്റേക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യാം. അതർവൈസ് ഗോ ഫോർ എ മെൻറ്റേഡ് അപ്രോച്ച്. ഇനി മെൻറ്റർ ആരാകണം എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്ത ചർച്ച. അതായത് നമ്മൾ പറയും നാട്ടിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ പൈസ കുറച്ച് വാങ്ങുന്ന ആൾ, ഹൈ മേഘ, ഏറ്റവും പൈസ കുറച്ച് വാങ്ങുന്ന ആളാണ് മെൻറ്റർ. അല്ല, അങ്ങനെയല്ല കേട്ടോ. പൈസയ്ക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ദർ ഈസ് നോ വാല്യൂ ഫോർ മണി. അണ്ടർസ്റ്റാൻഡ്? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരാൾ വളരെ കുറച്ച് പൈസയിൽ നിങ്ങൾക്കൊരു ഹായ് സതീഷ്, കുറച്ച് പൈസയിൽ നിങ്ങൾക്കൊരു സാധനം തരുന്നു. ആ സാധനം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അത് തന്നെ വാങ്ങണം, അല്ലെങ്കിൽ അത് തന്നെ ചെയ്യണം. ഇപ്പോൾ കമ്പനി സെക്രട്ടറി കോഴ്സ് നിങ്ങൾ ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു, നിങ്ങൾ പരാജയപ്പെടുന്നു, വീണ്ടും നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ വീണ്ടും യു ഹാവ് ടു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് ഓഫ് മണി ആൻഡ് ദാറ്റ് മച്ച് ഓഫ് ടൈം. നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും സമയം നഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ നമ്മൾ? അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കണം അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. അങ്ങനെ ഒരു ധാരണ ഇല്ലാച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഈ പരാജയം ഒരു കണ്ടിന്യൂസ് ആയിരിക്കും. ഹായ് മോഹസിൻ. സോ നമ്മൾ അപ്പോൾ 2 പോയിന്റ് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു മെൻറ്റേഡ് അപ്രോച്ച്, നിർബന്ധമായിട്ടൊരു മെൻറ്റേഡ് അപ്രോച്ച് വേണം. 2, നിങ്ങൾ മെൻറ്റേഡ് അപ്രോച്ച് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു CS അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് തന്നെ സെലക്ട് ചെയ്യണമെന്ന് ഞാനൊന്നും പറയില്ല, ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ അടുത്ത് ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത 2 ബാച്ചിലെ സീറ്റും ഫുള്ളാണ്. നമ്മുടെ അടുത്ത് വേറെ പുതിയ സീറ്റോ പുതിയ ആൾക്കാർക്ക് അഡ്മിഷനും ഇല്ല. അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ CS മാത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനി സെക്രട്ടറികൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കൂ. ഒരിക്കലും നിങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ വെറും ലൈക്ക് സോ കോൾഡ് ഓഡിയോ ക്ലിപ്പുകളും അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളും അയച്ചു തരുന്നു, പിന്നെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ പഠിച്ചോ എന്ന് പോലും അറിയില്ല, നിങ്ങൾ ആരാന്നറിയാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കാതിരിക്കുക. അവിയൽ കോളേജുകളിൽ പഠിക്കാതിരിക്കുക. ഫോക്കസ് ചെയ്ത് കമ്പനി സെക്രട്ടറി കോഴ്സ്, കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ്. എനിക്ക് ചിലപ്പോൾ ഇതൊരു ബിസിനസ് ആകാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ തീരുമാനം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? സോ ഐ മേഡ് മൈ പോയിന്റ് വെരി ക്ലിയർ. ഇവിടെ നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പറിലേക്ക് പോവാണ്. ജൂറിസ്പ്രുഡൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് നേരിട്ട് ആ പേപ്പറിൻ്റെ
പേപ്പറിലേക്ക് പോകാം. അതിൻ്റെ മാരത്തോണാണ്. നമ്മൾ ഒരു 2.5 hours to 3 hours ടൈമിൽ നമ്മൾ ഈ ബുക്കിനെ കുറിച്ച്, ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് ഒരു 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 ജനറലായിട്ടൊരു അവയർനെസ്, അത് ഏത് പോയിന്റാണ് കൂടുതൽ, അവസാനം ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു 4-5 ക്വസ്റ്റ്യൻസും തരും ഞാൻ. അതും നിങ്ങൾക്ക് യു ക്യാൻ ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്. അതൊക്കെയാണ് നമ്മുടെ ആവശ്യം. ഇത് 2017 പുതിയ സിലബസാണ്, ജൂറിസ്പ്രുഡൻസ്, ഇന്റർപ്രിട്ടേഷൻ, ജനറൽ ലോസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേപ്പർ പഠിച്ചാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ലോ എന്താണെന്ന് മനസ്സിലാവും. നിയമം എന്താണെന്ന് അറിയാണ്ട് നിയമം പഠിച്ചിട്ട് എന്താ കാര്യം? നിയമം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയണം, എന്നിട്ടേ നിയമം പഠിച്ചിട്ട് കാര്യമുള്ളൂ. സോ നിയമത്തെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് വ്യൂ ആണ് നമ്മളിവിടെ ഈ പേപ്പർ കൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ജനറൽ ലോസ് എന്ന് പറഞ്ഞാൽ, ജനറൽ ലോസ് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സിവിൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അങ്ങനെ നമ്മൾ ദൈനംദിനത്തിൽ നമ്മൾ കാണുന്ന നിയമങ്ങൾ, അതുപോലെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജോലി തന്നെ ഇൻ്റർപ്രിട്ടേഷനാണ്. അതായത് ഇപ്പോൾ ഒരു നിയമം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്തിനാണ് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഈ 3 ടോപ്പിക്കുകളാണ് ഇതിൽ നമ്മളിലുള്ളത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പറഞ്ഞത് വർക്കിംഗ് നോളജാണ് ഈ പേപ്പറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പേപ്പർ 17 ചാപ്റ്ററുകളായിട്ടാണ് ഇതിൽ വരുന്നത്. 17 മനീഷ ഹായ്, മോഹസിൻ ഹായ്. ആൻഡ് 17 ചാപ്റ്ററുകളാണ് ഇതിലുള്ളത്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പോകുന്ന സമയത്ത് ജൂറിസ്പ്രുഡൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ലോ. ഹായ് വിശാൽ. സോഴ്സസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്, എവിടെ നിന്നുണ്ടായി. നിങ്ങൾ പഠിക്കുന്നത് ഒരു കമ്പനി സെക്രട്ടറി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. യു ആർ ഗോയിങ് ടു ബി എ കമ്പനി സെക്രട്ടറി. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിക്ക് നിയമം എങ്ങനെ മനസ്സിലാകണം എന്ന് ഒന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാൻ. അതല്ലാണ്ട് ആ നിയമം പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മളിത് പഠിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നിങ്ങളത് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല. ഇത് ഒരു കമ്പനി ഒരു കമ്പനി സെക്രട്ടറി എങ്ങനെയാണ് നിയമത്തെ ഫേസ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം ഈ നിയമത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതെങ്ങനെയാണ് ഇതിനെ അവരെ എഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയോട് കൂടി വേണം നമ്മളിത് പഠിക്കാൻ. അതല്ലാണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് റോഷോ പൗണ്ടിൻ്റെ തിയറി, റോഷോ പൗണ്ട് പറഞ്ഞിങ്ങനെയാണ്, റോഷോ പൗണ്ട് ഇങ്ങനെ പറഞ്ഞു, റോഷോ പൗണ്ട് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. റോഷോ പൗണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതെന്താണ് അതിൻ്റെ കണ്ടന്റ്, അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇപ്പോൾ രാജീവ് സാറേ ഞങ്ങളൊക്കെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിൽ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരെ, ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ആദ്യം പറയാം. കാരണം അത് ഞാൻ പറയാതെ മുമ്പിലേക്ക് പോകുന്നത് ഒരു അബദ്ധമായിരിക്കും എന്നൊരു വിചാരത്തിലാണ്. ഇനി എക്സാമിനേഷൻ സമയത്ത്, ഇപ്പോൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അത് ഞാൻ കൈ പൊന്തിക്കാൻ പറഞ്ഞു, കൈ പൊന്തിച്ചാൽ കാണില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികളുടെ ഒരു ബാഡ് ഹാബിറ്റ് ഞാൻ പറയാം. ഓക്കെ, രാത്രി ഉറങ്ങാതെ, ഹായ് ശ്രുതി, രാത്രി ഉറങ്ങാതെയൊക്കെ എക്സാമിന് പോകും. അതൊരിക്കലും ചെയ്യരുത്. എക്സാമിൻ്റെ തലേ ദിവസം സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ടയേർഡാക്കാതിരിക്കുക. നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കരുത്. ആ സ്ട്രെസ് എടുക്കുക പറഞ്ഞാൽ അറിയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെയാണ് പഠിച്ച്, നമ്മൾ ആദ്യം എല്ലാം പഠിച്ചു 2-3 പ്രാവശ്യം അല്ലേ. അതിനുശേഷം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വായിച്ചു. നമ്മൾ അതിൻ്റെ എല്ലാ ഓരോ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യത 40, 50, 60 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ റിവൈസ് ചെയ്തു. മൾട്ടിപ്പിൾ റിവിഷൻസ് കഴിഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങൾ ഇനിയും പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ട. അതൊരു പരാജയത്തിലേക്ക് വരും. അതൊരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം പഠിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കുക. അപ്പോൾ ജൂറിസ്പ്രുഡൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് നോക്കാവുന്ന ഒരു സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു സെക്കൻഡ്, ലെറ്റ് മീ ഓപ്പൺ ഇറ്റ്. ജൂറിസ്പ്രുഡൻസിൽ ഇപ്പോൾ നമ്മൾ റിവിഷനൊക്കെ നോക്കും. ഇതൊന്നും റിവിഷൻ കഴിയാണ്ട് അടുത്ത ജൂണിലോ അടുത്ത ഡിസംബറിലോ എഴുതുന്ന ആൾക്കാർക്കുള്ളതല്ല. ഇത് ഈ ഡിസംബറിൽ എഴുതാൻ പോകുന്ന ആൾക്കാർക്കുള്ളതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി നമ്മൾ റിവിഷൻ അവസാനത്തെ റൗണ്ട് റിവിഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 17 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇത് മറ്റൊന്നും പഠിക്കേണ്ട എന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നിങ്ങളുടെ റിവിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ.
ദെൻ അതിന് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കേണ്ടത് ടോർട്ട് ധാരാളം ചോദിക്കാൻ സാധ്യതയുണ്ട്. ടോർട്ട് കാരണം എന്താണെന്ന് അറിയാമോ? ടോർട്ട് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ടോർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ കമ്പനികളിൽ നിന്ന് നമ്മുടെ എംപ്ലോയീസ് ചെയ്യാൻ സാധ്യതയുള്ള ടോർട്ടുകൾ അതെങ്ങനെ കമ്പനിയെ ബാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ടോർട്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ദെൻ സിവിൽ പ്രൊസീജിയർ കോഡ്, CPC, സിവിൽ പ്രൊസീജിയർ കോഡ്. ദെൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട്. അതായത് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരാത്ത വർഷങ്ങളില്ല, അതായത് എല്ലാ വർഷവും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനമാണ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതായത് എ ഗ്രേഡ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്, എ ഗ്രേഡ് ചാപ്റ്റേഴ്സ്. പിന്നെ IT ആക്ടിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കോർട്ട് ട്രിബ്യൂണൽ, അതൊക്കെ അത്ര ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. സ്പെഷ്യൽ കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ. ദെൻ ഇന്ത്യൻ പീനൽ കോഡ്. ദെൻ ലിമിറ്റേഷൻ. ദെൻ സോഴ്സസ് ഓഫ് ലോ, അത് സെക്കൻഡ് ഗ്രേഡാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ നമ്പർ 2 and chapter number 6, chapter number 8 and chapter number 11, chapter number 13, chapter number 14, chapter number 15. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. ഇത് നന്നായിട്ട് നിങ്ങളുടെ റിവിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾ വരുന്നതിൽ ഒരു തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും എങ്ങനെ വരാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കേസ് ലോ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് പോലെ ആയിട്ടാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഇതിൽ കൂടുതൽ. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ റിവിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എക്സാം സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ലൈഫ്. ഓക്കെ, ഒരു പ്രാവശ്യം എൻ്റെ ഒരു ടാർഗറ്റ്, ഒരു പ്രാവശ്യം പോലും തോൽക്കാൻ പാടില്ല. തോൽവി നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ തോൽക്കാനല്ല ഇത് പഠിക്കുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്താണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇത് മാത്രമാണ് പഠിക്കുന്നത്. കമ്പനി സെക്രട്ടറി മാത്രമാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ഇനി ഞാൻ ആദ്യം പറഞ്ഞു, എക്സാമിൻ്റെ സമയത്ത് ഉറങ്ങാത്ത ഒരു സ്വഭാവമുള്ള ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. കാരണം ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ടയേർഡ് ആവും. നമ്മുടെ ബ്രെയിൻ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, അത് കറക്റ്റായിട്ട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നിങ്ങളുടെ സ്റ്റൊമക്ക് ഒരിക്കലും അപ്സെറ്റ് ആകാൻ സമ്മതിക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഈ ലേസ്, കുർക്കുറെ പോലത്തെ സാധനങ്ങൾ, അതുപോലെ കാർബണേറ്റഡ് വാട്ടേഴ്സ്, ഇതൊന്നും കഴിക്കാതിരിക്കുക. നല്ല നാരങ്ങ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാം. തണുത്ത വെള്ളം വെച്ചാൽ നല്ല തണുത്ത വെള്ളം അല്ല ഞാൻ പറയും, തണുത്ത വെള്ളം, ചൂടുവെള്ളം കുടിക്കാം. ദെൻ പിന്നെ ഒരു എക്സാമിൻ്റെ സമയത്തും എക്സാമിൻ്റെ തലേ ദിവസം ഒരിക്കലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പുതുതായിട്ട് എടുക്കരുത്. അത് പുറത്ത് മുഴുവനും വായിക്കാനുള്ളൊരു ശ്രമം നടത്തരുത്. പിന്നെ ഈവൻ ഞാനാണെങ്കിലും പുതിയൊരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അയച്ചു തന്നാൽ അത് ഓപ്പൺ ചെയ്ത് വായിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? അത് നിങ്ങളെ പാനിക്കാക്കും. കാരണം ചിലപ്പോൾ അതിൽ ഞാൻ വേറെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ വരും. അപ്പോൾ ടെൻഷൻ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് നോക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളിൽ വിശ്വസിക്കാം. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 200 മാർക്കിൽ അല്ലെങ്കിൽ 400 മാർക്കിൽ 200 മാർക്ക്, അതായത് 50% മാർക്കേ വേണ്ടൂ ഈ പേപ്പർ കംപ്ലീറ്റ്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പോഴും പറ്റും. അപ്പോൾ അത് ഫോക്കസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഗൂഗിൾ ചെയ്യുക, പുതിയ ബുക്ക് വാങ്ങുക, പുതിയ എന്തെങ്കിലും ടെക്സ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക. അത് അങ്ങനെ ടെൻഷൻ അടിച്ച് അപ്പുറത്തേക്ക് വിളിച്ച് കേടാ അതെന്താ ഇതൊന്നും ചോദിക്കരുത് കേട്ടോ. എക്സാം ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. വന്നിടത്ത് വെച്ച് കാണാം. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ, ഒരിക്കലും പുതിയ ടോപ്പിക്സ് വായിക്കാതിരിക്കുക. നിങ്ങൾ പഠിക്കാത്തൊരു ചാപ്റ്റർ ഉണ്ടാവും. ഉദാഹരണം, നിങ്ങൾ സ്കിപ്പ് ചെയ്തൊരു ചാപ്റ്റർ ഉണ്ടാവും. ആ സ്കിപ്പ് ചെയ്ത ചിലരൊക്കെ ഭയങ്കര മിടുക്കന്മാരാണ്, ഇടയ്ക്കൊക്കെ ചാപ്റ്ററൊക്കെ സ്കിപ്പ് ചെയ്ത് കളയും. അങ്ങനെ നിങ്ങളൊരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ തലേദിവസം എടുത്ത് പഠിക്കരുത്. നിങ്ങൾ പെട്ടുപോകും. ഓക്കെ, ദെൻ നിങ്ങൾ എക്സാം കഴിഞ്ഞ്, എനിക്ക് വളരെയധികം സ്റ്റുഡൻസ് ഉണ്ട്. അതായത് പല സ്റ്റുഡൻസ് ചിലരുണ്ടല്ലോ, പരീക്ഷ കഴിഞ്ഞ ഉടനെ സാർ ഈ എക്സാമിൻ്റെ ആൻസർ കീ കിട്ടൂ. ആൻസർ കീ എന്തിനാ? അത് ആൻസർ കീ വേണം. എന്തിനാ? ഒരു സമാധാനത്തിനാണ് സാർ. ശരിക്കും അത് എത്ര വലിയ വിഡ്ഢിത്തരാണെന്ന് അറിയാമോ?
നിങ്ങൾ ആലോചിച്ചൊക്കെ ജൂറിസ്പ്രുഡൻസിൽ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആൻസർ കീ തിരഞ്ഞെടുക്കുന്നു, 4 പേരെ ഡിസ്കസ് ചെയ്യുന്നു, 5-6 പേര് ഡിസ്കസ് ചെയ്യുന്നു, അവരെല്ലാം ഡിഫറെൻറ്റ് വ്യൂസ് പറയുന്നു, ആകെ മൊത്തം നമ്മൾ ഡൗൺ ആയി പോകുന്നു, അടുത്ത എക്സാം നമ്മൾ പരാജയപ്പെടും. ജൂറിസ്പ്രുഡൻസ് ജയിക്കും, അടുത്ത് നമ്മൾ പരാജയപ്പെടും. അങ്ങനെ ചെയ്യരുത്. സോ ഡോണ്ട് ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. യു ഹാവ് ഡൺ ഫൈൻ. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല. എക്സാം എഴുതി കഴിഞ്ഞ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ? ഒന്നുമില്ല. സോ ഐ ഹാവ് ഡൺ ഫൈൻ. അടുത്ത പരീക്ഷ ഒന്ന് ഉഷാറാക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബി ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. ഇനി എക്സാം എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എക്സാം എഴുതുന്ന സമയത്ത് ഐ എം ടേക്കിംഗ് മച്ച് ടൈം ഓൺ ദാറ്റ്. എക്സാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതാൻ പഠിക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങളുടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എഴുതിയിട്ടില്ലെങ്കിൽ 6 മാർക്ക്, അതൊന്നുമല്ല. നിങ്ങൾക്ക് 10ാമത്തെ ചോദ്യമാണ് ആദ്യം അറിയെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. പക്ഷേ എഴുതുന്ന സമയത്ത് വൃത്തിയായിട്ട് എഴുതണം. ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 10A എന്ന് വൃത്തിയായിട്ട് മനസ്സിലാകാൻ ലെജിബിൾ ആയിട്ട് എഴുതണം. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. നിങ്ങൾ ആൻസർ എഴുതും. ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ABC ഉണ്ടെന്ന് വിടാം. അപ്പോൾ Aയും Bയും Cയും ഒരുമിച്ച് എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ A ഇവിടെ എഴുതി, B അപ്പുറത്ത് എഴുതി, C 10 പേജ് അപ്പുറത്ത്, അങ്ങനെ എഴുതരുത്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ ഒരു പുതിയ ക്വസ്റ്റ്യൻ ഒരു പുതിയ പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ടു ദ പോയിന്റ് ആൻസർ ചെയ്യുക. ദയവ് ചെയ്ത് ഞാനിത് സ്ഥിരമായിട്ട് ഇതിൻ്റെ വീഡിയോ വിടുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഹായ് ശ്രീലക്ഷ്മി. ദെൻ നിങ്ങൾക്ക് നേരിട്ടിട്ട്, അതായത് എഴുതുന്ന സമയത്ത് ടു ദ പോയിന്റ് ആൻസർ ചെയ്യുക. ടു ദ പോയിന്റ്. സോ ഡോണ്ട് റൈറ്റ് രാമായണം, മഹാഭാരതം ആൻഡ് ഓൾ ദോസ് തിങ്സ് ഇൻ യുവർ ആൻസർ പേപ്പേഴ്സ്. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ കുറേ കഥയൊക്കെ എഴുതാമെന്ന് എഴുതരുത്. യു ജസ്റ്റ് റൈറ്റ് ടു ദ പോയിന്റ്. എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? സി വാട്ട് ഈസ് യുവർ വ്യൂ, വാട്ട് ഈസ് യുവർ എക്സാമ്പിൾ, ആൻഡ് പുട്ട് ഡൗൺ. സി അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ദെൻ അബ്രിവേഷൻസ് എഴുതാതിരിക്കുക. ROCക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, രജിസ്ട്രേഷൻ REGN ഒന്നും എഴുതാതിരിക്കുക. കാരണം അതൊക്കെ നിങ്ങൾ വലിയൊരു കഴിവാണ് എന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ചാൽ ഈ ലീഗൽ വാക്കുകൾ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകുമോ? അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. പക്ഷേ യു ഷുഡ് ഹാവ് ഒരു ക്വാളിറ്റിയുള്ള വാക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. വൊക്കാബുലറി നിങ്ങളുടെ അടുത്തുണ്ടാവണം. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഹാബിറ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ അയക്കുന്ന ക്ലാസ്സുകൾ കറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ www.arthacs.in ധാരാളം വൊക്കാബുലറി എക്സസൈസ് നമ്മൾ ഇടുന്നുണ്ട്. ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്. ഇപ്പം ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഈ എക്സാമിന് ഇപ്പോൾ പോകണോട്ട് ചെയ്യേണ്ട. അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരാണ് കാണുന്നുണ്ട്, അവരാണ് ചെയ്യേണ്ടത്. ആൻഡ് പറ്റുന്നിടത്തോളം കാലം നമ്മൾ എന്താ ചെയ്യുക? അതിന് സെൻറ്റൻസ് സിമ്പിൾ ആക്കുക. ആൻഡ് പോസിറ്റീവ് ലാംഗ്വേജിൽ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അത് പോസിറ്റീവായിട്ട് എഴുതിയിട്ട് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യു നീഡ് ടു റൈറ്റ് മോർ. നെഗറ്റീവായിട്ട് ചോദ്യം ചോദിച്ചാൽ നെഗറ്റീവായിട്ട് ഉത്തരം എഴുതാൻ പഠിക്കണം. ദെൻ ആവശ്യമില്ലാതെ എക്സാമ്പിൾസ് കൊടുക്കുക. എക്സാമ്പിൾസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയ ആൻസർ കറക്റ്റാണ്. ഒരു കേസ് ലോയും എഴുതിയിട്ടുണ്ട്, സെക്ഷനും എഴുതിയിട്ടുണ്ട്, ആക്റ്റും എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് പോയി വീണ്ടും ഒരു എക്സാമ്പിൾ എഴുതി ഞാൻ ഭയങ്കരനാണെന്ന് കാണിക്കേണ്ട. ഡോണ്ട് ഡു ദാറ്റ്. അത് ഭയങ്കര വലുതായി, ആൻസർ ഭയങ്കര വലുതായി പോകും. ആൻഡ് പീപ്പിൾ നോട്ട് റീഡ് ഇറ്റ്. ആൻഡ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹെഡിങ് എഴുതി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് വാക്കുകൾ പ്രസ് ജോഡിക്കറ്റ അത് അടിയിൽ വര വരയ്ക്കുന്നു, ഒന്നാലും കളർ ചെയ്യുക. കാരണം അത് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ ബെയർ ആക്റ്റിലെ, അതായത് ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, സാർ ഇപ്പോൾ പരീക്ഷയിൽ പോണ ആൾക്കാർ സംശയം ഉണ്ടാവും സാർ, അതായത് സാർ ഈ ആക്റ്റിൽ പറഞ്ഞത് അങ്ങനെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടുപോകും. ഇല്ല, ഒന്നും ആവില്ല കേട്ടോ. ഒരു പേടിയും പേടിക്കേണ്ട. ഡോണ്ട് ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ളതാണ് ബെയർ ആക്റ്റിലുള്ള അതേ വാക്കുകൾ, അതേ സെൻറ്റൻസുകൾ അതേപോലെ തന്നെ എഴുതണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് മനസ്സിലായോ എന്നാണ്. എന്തിനാണ് കമ്പനി സെക്രട്ടറി പഠിക്കുന്നത്? പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, റൈറ്റ്? ദെൻ അങ്ങനത്തെ ഒരു സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ ബെയർ ആക്റ്റിലോ ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ അങ്ങനെ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. യുവർ ലാംഗ്വേജ് യു ക്യാൻ റൈറ്റ്. സോ ട്രൈ ടു റൈറ്റ് ദ കറക്റ്റ് സെക്ഷൻ നമ്പർ, റൂൾ നമ്പർ, റെഗുലേഷൻ. എപ്പോഴാണ് പറ്റിച്ച അത്രയും, അത് മുഴുവൻ എഴുതാൻ നിയമമൊന്നുമില്ല. അതിനുപോലെ കേസ് ലോ അറിയെങ്കിൽ കേസ് ലോസ് എഴുതുക. ലെങ്തി ആക്കാതെ എഴുതുക. പിന്നെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലം എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയും. അപ്പം നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ബോറടിക്കും. കാരണം എന്താണ്? ജീവിതം തന്നെ ഒരു ബോറടി അല്ലേ? ബോറടിച്ചല്ലേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ ഏതായാലും കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞ കോഴ്സ് സെലക്ട് ചെയ്തു. നോ കം ടു ദ ഫസ്റ്റ് ചാപ്റ്റർ.
ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സംസാരിക്കുന്നത് സോഴ്സസ് ഓഫ് ലോ ആണ്. സോഴ്സസ് ഓഫ് ലോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇതായിരിക്കാം, കാരണം പോസിറ്റീവായിട്ട് കഴിഞ്ഞ ഒരു 25 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിശ്വാസം ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ലോ ആണ്, റീസണബിളി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ലോയുടെ സോഴ്സസ്, ഇപ്പോൾ ഇംഗ്ലീഷ് ലോയുടെ സോഴ്സസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യൻ ലോ ഉണ്ടായത്? ഇപ്പോൾ ഇന്ത്യൻ ലോയുടെ സോഴ്സസ് ഓഫ് ഇന്ത്യൻ ലോ, അതിനെ നമ്മൾ അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. ദെൻ പ്രസിഡൻസിന് ഒരിക്കലും വിടരുത്. പ്രസിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജുഡീഷ്യൽ പ്രസിഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ പിൻകാലങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നാണ് ജുഡീഷ്യൽ പ്രസിഡൻസിന് പറയുന്നത്. ഡിക്ലറേറ്ററി പ്രസിഡൻസും ഒറിജിനൽ പ്രസിഡൻസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Okay, declaratory and original. According to Salmon, a declaratory precedent is one which is merely the application of already existing law. Declaratory precedent എന്ന് പറയുന്നത് എന്താണ്? ആൾറെഡി നിയമമായിട്ടുള്ള ഒരു സാധനത്തിനെ ഡിക്ലെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഒറിജിനൽ പ്രസിഡന്റ്. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു? അതിനൊരു എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഗ്രേറ്റ്. ഓക്കെ, ദെൻ ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടാണ് ഒബിറ്റർ ഡിക്റ്റ. എന്താണ് ഒബിറ്റർ ഡിക്റ്റ? ഒബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒപ്പീനിയൻ, ഒരു കോടതി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒപ്പീനിയൻ. സോ നമുക്കതൊരിക്കലും എന്ത് പറയാൻ പറ്റില്ല. ഒരു ജഡ്ജസ് ഒരു ഒബിറ്റർ ഡിക്റ്റ അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറില്ല. പക്ഷേങ്കിൽ ചില സിറ്റുവേഷൻസിൽ കോടതികൾ അതിനെ ഫോക്കസ് ചെയ്യാറുണ്ട്, അതിനെ ബേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒബിറ്റർ ഡിക്റ്റയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് നോക്കി വെക്കാം. പിന്നെ സ്റ്റെയർ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കറക്റ്റായിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഒരു കാര്യവും നമ്മൾ തീരുമാനിക്കുമ്പോൾ അൺനെസസറിലി അത് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡിഹിയർ ടു ദ ഡിസിഷൻസ് ആൻഡ് ഡു നോട്ട് അൺസെറ്റിൽ തിങ്സ് വിച്ച് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ആൾറെഡി തീരുമാനിക്കപ്പെട്ട എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യങ്ങൾ മാറ്റാൻ പാടില്ല എന്നാണ് സ്റ്റെയർ ഡിസീസിൽ പറയുന്നത്. അപ്പോൾ സ്റ്റെയർ ഡിസീസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഞാൻ ഓരോ ചാപ്റ്ററിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. ആ ടോപ്പിക്സ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. നിങ്ങൾ അടുത്ത റിവിഷൻ ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് വായിക്കാൻ മറക്കാതിരിക്കുക, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡിസംബർ എക്സാമിനേഷൻ. ഓക്കെ, ചാപ്റ്റർ ബൈ ചാപ്റ്റർ 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ, ഈ പോയിന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അവരെനിക്ക് വാട്സപ്പ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ സെൻഡ് ഇറ്റ് ഓൾസോ. ദെൻ ഇനി ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഈ തിയറി ഓഫ് സോഴ്സ് ഓഫ് ലോയെ കുറിച്ചുള്ള കുറേ തിയറികളുണ്ട്. അതിൽ ഏതൊക്കെ തിയറിയാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. ഓസ്റ്റിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓസ്റ്റിൻസ് തിയറി ഓഫ് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കാരണം ഓസ്റ്റിൻ്റെ കമാൻഡ് തിയറി, അതായത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു കമാൻഡാണ്, ഒരു സോവറൻ അതോറിറ്റി കൊടുക്കുന്ന ഒരു കമാൻഡ്. ആ കമാൻഡ് അത് നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് ആര് പറയുന്നത്? ഓസ്റ്റിൻ. അതിനെയാണ് നിയമം എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. അപ്പോൾ ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഇൻഗ്രീഡിയൻസ് ഫോർ ലോ ആസ് പെർ ഓസ്റ്റിൻ. ദാറ്റ് ഈസ് കമാൻഡ്, സോവറിൻ, സാങ്ഷൻ. അതായത് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമാൻഡ്. സോവറിൻ ഒരു വലിയ അതോറിറ്റി. സാങ്ഷൻ അതിന് പിന്നിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു പണിഷ്മെൻറ്റ്. ഇതാണ് സാങ്ഷൻ. ഇനി റോഷോ പൗണ്ട് വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റോഷോ പൗണ്ടിനെ കുറിച്ചിട്ട് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റോഷോ പൗണ്ടിൻ്റെ തിയറി ഓഫ് ലോ, അത് ഒരു അമേരിക്കൻ സ്കോളറാണ് റോഷോ പൗണ്ട്. 20ാം സെഞ്ചുറിയിലുണ്ടായിരുന്ന വളരെ വലിയൊരു സോഷ്യൽ അല്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിയമം ഫോർ എനി ലീഗൽ ലോ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആകണമെങ്കിൽ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം? കുറച്ച് ഇൻഡിവിജ്വൽ പബ്ലിക് സോഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. അതിൻ്റെ ലിമിറ്റുകൾ പറഞ്ഞിട്ടുണ്ടാകണം. ആ ലിമിറ്റുകളിലുള്ളിൽ അത് നടന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇതാണ് റോഷോ പൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റോഷോ പൗണ്ട് പറയുന്നതെന്ന് വെച്ചാൽ അതിന് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടണം. എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, അത് എത്രമാത്രമാകാം എന്നതിനൊരു കണ്ടീഷൻ ഉണ്ടാകണം എന്നാണ് റോഷോ പൗണ്ട് പറയുന്നത്. മറക്കേണ്ട റോഷോ പൗണ്ടിനെ. ദെൻ വി നീഡ് ടു ലേൺ അബൌട്ട് സാൽമണ്ട്. സാൽമണ്ട് ആൾസോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാൽമൺസ് തിയറി ഒരു ന്യൂസിലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ വലിയൊരു ലോ എക്സ്പേർട്ടാണ്. ന്യൂസിലാൻഡ് സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് സാൽമൺസ് തിയറി ഓഫ് ലോ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തിയറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയാം. സാൽമൺ സെയ്സ് ദാറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് എ ലീഗൽ സിസ്റ്റം കൺസിസ്റ്റ് ഇൻ പ്രോഗ്രസീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് റിജിഡ് പ്രീ എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു, ആ സിസ്റ്റം കറക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താണ് സാൽമണ്ട് പറയുന്നത്.
ഈ മൂന്ന് പേരുടെയും മറക്കാതെ നോക്കുക. പിന്നെ ബെന്താം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നുണ്ട്, ബെന്താം തിയറി ഓഫ് ലോ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഐ എം ഷുവർ യു ആർ റൈറ്റിംഗ് ഡൗൺ ദിസ്. ഓക്കെ, ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അതിൽ ജുഡീഷ്യൽ പ്രസിഡന്റിനെ കുറിച്ച് മറക്കണ്ട. 2-3 കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കേസ് ലോസ് അത് എക്സാമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ കേസായിട്ടാണ് ചോദിക്കുക. അതുകൊണ്ട് അത് വളരെ വൃത്തിയായിട്ട് നോക്കണം കേസ് ലോസ്. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതൊരു കാപ്പിയാണ് കേട്ടോ, എനിക്ക് ചങ്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിയേണ്ടത് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ സാർ അത് പഠിക്കണോ സാർ, ഇത് പഠിക്കണോ സാർ, അങ്ങനെ പഠിക്കണോ സാർ, ഇങ്ങനെ പഠിക്കണോ സാർ, ഒന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി സെക്രട്ടറി ആവാൻ പറ്റില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള, എനിക്കത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഒരു പോയിന്റ് ഇതായിരിക്കും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറൽ ആണ്, പക്ഷേ അതൊരു യൂണിറ്ററി ഫീച്ചർ ഉണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള ചോദ്യമാണത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ഫെഡറൽ ഇൻ ക്യാരക്ടർ ബട്ട് വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു അമേരിക്കൻ ഫെഡറൽ സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ കനേഡിയൻ സിസ്റ്റത്തിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്, അതായത് 2 സിസ്റ്റമാണ് നമുക്കുള്ളത്, അമേരിക്കൻ സിസ്റ്റം ആൻഡ് കനേഡിയൻ സിസ്റ്റം. അതിൻ്റെ ഒരു മിക്സിംഗ് ആണ് നമ്മുടെ. കനേഡിയൻ ഈസ് പക്ക അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു യൂണിറ്ററി എന്താണ് യൂണിറ്ററി സിസ്റ്റം? ഒരാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, എല്ലാവരും അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നു. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അതിന് ചില അധികാരങ്ങൾ മാത്രം ആർക്കുണ്ടാവുന്നു? സുപ്രീം കോടതിക്കോ പാർലമെന്റിനോ ഉണ്ടാവുന്നു. അമേരിക്ക പ്യുവർ ഫെഡറലാണ്, നമ്മൾ പ്യുവർ ഫെഡറൽ അല്ല. നമ്മൾ കുറച്ച് യൂണിറ്ററി, ഇപ്പോൾ ഡിഫൻസ്, ഫിനാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് യൂണിറ്ററി ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആക്ച്വലി ഇന്ത്യയുടെ സിസ്റ്റത്തിൽ നമ്മളൊരു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഇന്ത്യയിലെ ഗവൺമെൻറ് 2 ലെവലാണുള്ളത്, യൂണിയൻ ലെവലും സ്റ്റേറ്റ് ലെവലും. യൂണിയൻ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അസംബ്ലി. ചില കാര്യങ്ങൾ 3 ലിസ്റ്റായിട്ട് നമ്മൾ എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളായിട്ട് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഓരോ അതോറിറ്റിക്കും അത് ചെയ്യാൻ പറ്റും. ദെൻ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒരു ബിൽ? നമുക്കറിയാം, ഈ ഓർഡിനൻസ്, ബില്ല്, അതിൻ്റെ ഒരു പാസിംഗ് പ്രോസസ്സ്. അതായത് ഒരു ബില്ല് ആദ്യം എവിടെ പ്രസൻറ്റ് ചെയ്യുന്നു, അത് പ്രസൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ടവർക്ക് അയച്ചു തരാം. അത് കുഴപ്പമൊന്നുമില്ല. ഇറ്റ് ഈസ് അവൈലബിൾ വിത്ത് മീ. ബില്ല് എൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് എന്താണ് ഒരു ബില്ല്, അതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇതിൽ വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് മണി ബില്ല്. മണി ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻസ് ആക്ടിലുള്ളതാണ് മണി ബില്ല്. ഒരു പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചെലവുകളെ കുറിച്ചിട്ടും അതുപോലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഫിനാൻഷ്യൽ ബില്ലുണ്ട്. പിന്നെ ഓർഡിനൻസ്, വാട്ട് ഈസ് ഓർഡിനൻസ്, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദെൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കുക, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എന്താ ഈ സെപ്പറേഷൻ ഓഫ് പവർ? സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. നമുക്കറിയാം, നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ ആർക്കാണ് ഇമ്പോർട്ടൻസ്? അതായത് പാർലമെൻറ്റിനാണോ സുപ്രീം കോടതിക്കാണോ? ചോദ്യമാണ്, പാർലമെൻറ്റിനാണോ സുപ്രീം കോടതിക്കാണോ? അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം ഇന്ത്യയിലില്ല. എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഇൻ സം കേസസ് പാർലമെൻറ്റിൻ്റെ തീരുമാനങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാം. ഏറ്റവും വലിയ കേസാണ് ഇന്ദിരാഗാന്ധിയുടെ കേസ്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ഇതൊക്കെ ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3നും അതിൻ്റേതായിട്ടുള്ള പവേഴ്സ് ഉണ്ട്. അത് 3 ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ഡെമോക്രസിയിൽ ഓരോ ഓർഗനും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അധികാരവും അതുപോലെ തന്നെ അവർക്ക് പരസ്പരം ചോദ്യം ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഇനി സുപ്രീം കോടതി ഒരു നിയമം ഉണ്ടാക്കുന്നു, ആ നിയമം പാർലമെന്റ് അംഗീകരിക്കണം. എന്നാൽ നിയമമുണ്ടോ? അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പാർലമെന്റ് എന്ത് ചെയ്യാം? പാർലമെന്റ് നിയമം ഉണ്ടാക്കാം, പുതിയ നിയമം ഉണ്ടാക്കാം. അതല്ലാണ്ട് ഒരു നിയമത്തിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു സാധനം പാർലമെന്റ് പാസ്സാക്കാൻ പാടില്ല, അല്ലെങ്കിൽ സുപ്രീം കോടതി പറയാൻ പാടില്ല. സെക്ഷൻ 50ലാണ് സെക്ഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 50ലാണ് 50ലാണ് ഇത് പറയുന്നത്. ഇതിൽ 2-3 കേസുണ്ട്. രാം ജവായ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസുണ്ട്.
ഒരു ഒബ്സല്യൂട്ട് ആയിട്ടുള്ള റിജിഡിറ്റിയിൽ, അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ കഷ്ണമായിട്ട് മാറ്റുന്ന രീതിയിലൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇത് കാണുന്നില്ല, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കാണുന്നില്ല. പക്ഷേങ്കിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നൺ ഓഫ് ദ 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് കൺ ടേക്ക് ഓവർ ദ ഫംഗ്ഷൻ അസൈൻ ടു ദ അതർ ഓർഗൻസ്. വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പവറിനെ പാർലമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ പവറിനെ പാർലമെന്റോ ജുഡീഷ്യറി പവറിനെ പാർലമെന്റിനോ ഒന്നും ടേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടേതായ ജോലികളുണ്ട്, ചോദ്യം ചെയ്യപ്പെടാം, അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. അത് തെറ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻവാലിഡ് ആണെങ്കിൽ സുപ്രീം കോടതിക്ക് തീരുമാനം എടുക്കാം. ദെൻ നിങ്ങൾ പലരും ചോദിച്ചിട്ടുള്ള ഇതിൽ ഇപ്പം എൻ്റെ സ്റ്റുഡൻസിൽ പലരും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹേബിയസ് കോർപ്പസ്, ബ്രിങ് ദ ബോഡി, അല്ലേ? ബ്രിങ് ദ ബോഡി, ഹേബിയസ് കോർപ്പസ്, ടു ഹാവ് ദ ബോഡി, അതാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിനെ കുറിച്ചിട്ട് മാൻഡാമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്. മാൻഡാമസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരു കോർപ്പറേഷൻ, ഒരു ഇൻഫീരിയർ ഓർ ഗവൺമെൻറ് requiring him or it to do a particular thing specified therein which pertain to his or its office. അല്ല, ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു ഗവൺമെൻറ് അവരുടെ പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ പറഞ്ഞിട്ട് സുപ്രീം കോടതി കൊടുക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രകാരമുള്ള റിട്ടിനെയാണ് മാൻഡാമസ് എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു, ആപ്ലിക്കേഷൻ നമ്മളൊരു ഓഫീസ് കടന്നുറങ്ങുകയാണ്, ആ ആപ്ലിക്കേഷൻ റിപ്ലൈ വരുന്നില്ലെങ്കിൽ വി ക്യാൻ ഫയൽ എ മാൻഡാമസ് റിട്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ആസ് എ കമ്പനി സെക്രട്ടറി നമുക്ക് ആവശ്യം വരും. നമ്മൾ പല കാര്യങ്ങൾക്കും ഗവൺമെൻറ്റിലേക്ക് പോകും. ആ സമയത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത്, അതൊക്കെയാണ് ഇതിൽ നോക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MP വാഷി എന്ന് പറഞ്ഞ കേസിലാണ് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് അപ്ലിക്കൻറ്റിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉള്ള പ്രവൃത്തി നമ്മൾ ചെയ്യാതിരിക്കുകയും അത് ചെയ്യാത്തത് കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ, നമുക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. ആസ് എ കമ്പനി സെക്രട്ടറി യു ഹാവ് സം ഡ്യൂട്ടി ടു ഡു. ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നില്ല, അതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിട്ട് ഓഫ് മാൻഡാമസ് കൊടുക്കാം. പക്ഷേ റിട്ട് ഓഫ് മാൻഡാമസ് ഒരിക്കലും പ്രസിഡന്റിനോ ഗവർണർക്കോ എതിരെയോ ഉപയോഗിക്കാൻ പറ്റില്ല. റിട്ട് ഓഫ് സെഷ്യൂററി ഞാൻ പറഞ്ഞു, ഹാബിയസ് കോർപ്പസ്, മാൻഡാമസ്, സെഷ്യൂററി എന്ന് പറയുന്നത് എന്താണ്? it is available to any person wherever a body of persons having legal authority determine questions affecting the rights of subject matter, the duty to act judicially in excess of their legal authority. അതായത് ഒരു കോടതിക്ക് അത് തീരുമാനിക്കാൻ അവകാശമില്ലാത്ത ഒരു സമയത്ത്, അതത് തീരുമാനിക്കാൻ പോകുന്ന സമയത്ത് ആ ആൾക്കാരോട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരത്തിനാണ് റിട്ട് ഓഫ് സെഷ്യൂററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോടതി അതിന് അധികാരമില്ലാത്ത, അതിന് അവകാശമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ then this writ can be used. Then we have പാർലമെന്ററി കമ്മിറ്റി. എന്താണ് പാർലമെന്ററി കമ്മിറ്റി? അതായത് ഇപ്പോൾ ഈ പാർലമെന്ററി കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ നമുക്ക് CSR കമ്മിറ്റി ഉണ്ട്, നോമിനേഷൻ കമ്മിറ്റി ഉണ്ട്, റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ പാർലമെന്ററി കമ്മിറ്റി പാർലമെന്റിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, എടുത്ത തീരുമാനങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പാർലമെന്ററി കമ്മിറ്റിയാണ്. അപ്പോൾ പാർലമെന്ററി സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർലമെന്ററി കമ്മിറ്റി. അതൊരു കമ്പനി ആണെങ്കിലും കമ്പനിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ആ പോയിന്റ് ഒന്ന് നിങ്ങൾ നോക്കണം. ദെൻ ഒരു വ്യക്തിക്ക് ഞാൻ ചോദിക്കുന്നത് ഫ്രീഡം ഓഫ് ട്രേഡിനെ കുറിച്ചിട്ടാണ്. ഒരു സ്റ്റേറ്റ് ഒരു നിയമം പാസ്സാക്കുന്നു. ഡസ് എ ലോ മെയ്ഡ് ബൈ എ സ്റ്റേറ്റ് ടു ക്രിയേറ്റ് മൊണോപ്പൊളി റൈറ്റ്സ്, ഹായ് അർച്ചന, ഇൻ ഫേവർ ഓഫ് എ പേഴ്സൺ ടു ക്യാരി ഓൺ എനി ബിസിനസ് അഫക്ട് ദ ഫ്രീഡം ഓഫ് ട്രേഡിന്, അതായത് ഒരു വ്യക്തിക്ക് മാത്രം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിന് നിങ്ങൾക്ക് മാത്രം അധികാരപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഓർഡർ പാസ്സാക്കുന്നു. ആ ഓർഡർ വാലിഡ് ആണോ എന്നാണ് ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീഡം ഓഫ് ട്രേഡ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ളതാണത്. ഈ ഒരു പോയിന്റ് നമ്മൾ പഠിക്കണം, ഫ്രീഡം ഓഫ് ട്രേഡ്. കാരണം ട്രേഡുമായി ബന്ധപ്പെട്ടാണ് കമ്പനി സെക്രട്ടറി ഉള്ളത്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ. ചിന്താമണ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന കേസിലാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ചിന്താമണ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശിൽ വളരെ സിമ്പിളാണ്. അവിടെ കൃഷിയായിരുന്നു അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. കൃഷി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ബീഡി തെറുത്തിരുന്നു. അപ്പോൾ ബീഡി തെറുക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ബീഡി തെറുക്കുന്നത് കൊണ്ട് ആരും കൃഷിക്ക് വരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി, ഈ കൃഷി നടക്കുന്ന സമയത്ത് ബീഡി തെറുക്കാൻ പാടില്ല.
അപ്പോൾ ഒരു അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും ആ ബിസിനസ് ചെയ്ത് 10 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ദെൻ ഇറ്റ് വെൻ ടു സുപ്രീം കോർട്ട് ആൻഡ് ദ ഡിസിഷൻ വാസ് ലൈക്ക് ഇത് 1951 ഡിസിഷനാണ്. സോ ഇത് ഒരു അൺകോൺസ്റ്റിറ്റ്യൂഷണറി ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമം ആര് കൊണ്ടുവന്നു? ലൈക്ക് സുപ്രീം കോടതി ഡിസൈഡ് ചെയ്യേണ്ടായി. അതാണ് ചിന്താമണ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. സുപ്രീം കോടതി വളരെ സിമ്പിളായിട്ട് പറയുന്നത് അൺറീസൺ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ദേ ഹാവ് ദ ഫ്രീഡം, ലിബർട്ടി ടു ഡു വാട്ട് എവർ ദേ വാണ്ട് ടു ഡു. പക്ഷേ മുഹമ്മദ് നിഹാൽ ഹായ്, പക്ഷേ ചില സമയത്ത് നമ്മൾ 1951 അമെൻമെൻറ്റ് ആക്ട് വന്നതിന് ശേഷം ലൈക്ക് നമ്പർ പ്ലേറ്റിൻ്റെ കേസിൽ, അതായത് നമ്പർ പ്ലേറ്റ് അസോസിയേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് പ്ലേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റിന് വേണമെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടി മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാം, സ്റ്റേറ്റിന് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പമ്പ് നമ്മളറിയാമല്ലോ, പെട്രോൾ പമ്പ് ഇന്ന് പ്രൈവറ്റ് ഉണ്ട്, പക്ഷെ മുമ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അത് സ്റ്റേറ്റിന് മൊണോപ്പൊളി ഉണ്ട്. അപ്പോൾ ചില ബിസിനസ്സുകൾ സ്റ്റേറ്റിന് വേണമെങ്കിൽ മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ്, ഇറ്റ് ക്യാൻ ബി ചലഞ്ച് ഇൻ ദ കോർട്ട്. Then the state shall not deny to any person equality before law or equal protection of the law. Equality before law or equal protection of the law. ഇത് ആർട്ടിക്കിൾ 14 കുറിച്ചിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 എല്ലാ ആർട്ടിക്കിളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയാണ്, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, കമ്പനിക്ക് ഒരു വ്യക്തിയുടെ ബെനിഫിറ്റ് കിട്ടൂ എന്നാണ് ചോദ്യങ്ങൾ. വ്യക്തിക്ക് ഒരു ബെനിഫിറ്റ്, ചിരഞ്ജിത്ത് ലാൽ ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ടോപ്പിക്ക് വിടണ്ട. ദെൻ പ്രസിഡൻസിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 2-3 തരം ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രസിഡൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രസിഡൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് അതിൻ്റെ പ്രസിഡൻസ്? ഉദാഹരണം, അബ്സൊല്യൂട്ട്ലി അതോറിറ്റേറ്റീവ്, പെർസ്വേസീവ്, ഡിക്ലറേറ്ററി ആൻഡ് ഒറിജിനൽ ആൻഡ് കണ്ടീഷണലി അതോറിറ്റേറ്റീവ്. ഇത്രയും ടോപ്പിക്സ് ആണ് ആക്ച്വലി ഐ ഫീൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 368, അതായത് എങ്ങനെയാണ് ഒരു ഇത് ഇതാക്കാൻ പറ്റുക, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഓക്കെ, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ആവശ്യമാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഒരു കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കേസിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്പനിയിൽ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ടാകാം, അവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് നമ്മൾ ഒരിക്കലും അവർ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ നെഗേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിൻ്റെ ഫണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്നത് എന്താണ്, സ്റ്റേറ്റിന് നമ്മുടെ ഒരു എന്താ പറയുക, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ക്രിയേറ്റഡ്. അപ്പോൾ ദാറ്റ് ഈസ് എ മീനിങ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു വീടുണ്ടാക്കി, ഒരു വീടുണ്ടാക്കാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് തറയാണ്. ആ തറയുടെ മുകളിലാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. ആ വീടിനെ നമുക്ക് 2 റൂമാക്കാം, 3 റൂമാക്കാം, 4 റൂമാക്കാം, 5 റൂമാക്കാം, 1 റൂമാക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ തറ മാറ്റാൻ പറ്റില്ല. തറ മാറ്റി കഴിഞ്ഞാൽ വീട് തന്നെ മാറിപ്പോകും. കറക്റ്റ്. അപ്പോൾ ആ തറയാണ്, ഫൗണ്ടേഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്ത് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാകുന്നത്. സോ എനി ആക്ട് ഐദർ ബൈ ദ പാർലമെൻറ്റ് ഓർ ബൈ ദ സുപ്രീം കോർട്ട്, ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റിംഗ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. കേശവാനന്ദ ഭാരതി കേസിൽ ഹി ചലഞ്ച് ദാറ്റ്. ആക്ച്വലി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണ്, ആ കേസ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഐ ഫീൽ ദിസ് മച്ച് ഈസ് ഇനഫ്. ഇത്രയും നിങ്ങൾ രണ്ടാമത്തെ റിവിഷനിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കുക. ദെൻ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്. ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഹെയ്ഡൻസ് റൂൾ, ഗോൾഡൻ റൂൾ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എക്സ്പ്ലനേഷൻ. ഒരു കാര്യത്തെ പലരും പല രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ പല രീതിയിൽ പലരും ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ലൈക്ക് ഇത് പഠിക്കാൻ. നമ്മുടെ കമ്പനി സെക്രട്ടറി എന്ന പ്രൊഫഷണൽ മുമ്പിലേക്ക് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് കറക്റ്റായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെയും നമ്മുടെ ക്ലയൻറ്റിനെയും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെയും പല പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കും. എന്താണ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ? അതിന് എക്സാമ്പിൾസ് ചോദിക്കും, ഇൻ്റർപ്രിട്ടേഷനിൽ എക്സാമ്പിൾസ് ചോദിക്കും. നിങ്ങൾക്ക് അഥവാ കേസ് അറിയില്ലെങ്കിൽ, ടു ബി ഫ്രാങ്ക്, കേസ് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് അറിയാം, അതിൻ്റെ രീതി എന്താണ് അതിൽ പറയേണ്ടതെന്ന് അറിയാമെങ്കിൽ മിസ്റ്റർ എ മിസ്റ്റർ ബി വെച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ ഫണ്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കേസ് ലോ അറിയാൻ ശ്രമം നടത്തുക, കേസ് ലോ പഠിക്കണം.
പിന്നെ ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. എന്താണ് ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? ഒരു കാര്യം പറഞ്ഞാൽ ഈ അക്ഷരം പ്രതി ഇൻ്റർപ്രറ്റ് ചെയ്യുക. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയല്ലേ വിചാരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിക്കുക. അതാണ് ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. സോ രണ്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പ്രൊവിസോ എന്താണ് അതിൻ്റെ ആ പ്രൊവിസോയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രൊവിസോ ദെൻ ഇവിടെ നിങ്ങൾക്ക് കേസ് ലോസ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇൻ്റർപ്രിട്ടേഷനിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അതൊരു കേസ് ലോ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരിക. ഇനി കേസ് ലോ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ, കേസ് ലോ അറിയില്ല, നിങ്ങൾക്ക് കേസ് ലോ അറിയില്ല, കേസിൻ്റെ പേരറിയില്ല, ഇനി ഒരു പാർട്ടിയുടെ പേരറിയാം, ഒരാളുടെ പേരറിയാം, അപ്പോൾ എന്താ ചെയ്യുക? ആസ് ഡിസൈഡഡ് ഇൻ രാജീവ്സ് കേസ് എന്ന് എഴുതി തുടങ്ങും. ഇനി രണ്ട് പാർട്ടിയുടെയും പേരറിയില്ല, എന്നാൽ പിന്നെ കേസിനെ കുറിച്ചൊന്നും പറയണ്ട. ആസ് ഡിസൈഡഡ് ബൈ ദ കോർട്ട് അക്കോർഡിംഗ് ടു സോ ആൻഡ് സോ ആക്ട് എഴുതി തുടങ്ങും. മിസ്റ്റർ എ ഹാവ് ഡൺ ദിസ്, മിസ്റ്റർ ബി ഹാവ് ഡൺ ദിസ്, ഇതാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായത് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ മനസ്സിലേക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് എനിക്കിത് അറിയാമെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അതല്ലാണ്ട് ഞാൻ ബൈ ഹാർട്ട് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഓക്കെ, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിൽ പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഒബ്ജക്റ്റ് നീഡ് ആൻ ഒബ്ജക്റ്റ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാർട്ട്. എന്തിനാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമായിട്ടുള്ളത്? വൈ യു നീഡ് ഇൻ്റർപ്രിട്ടേഷൻ? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്? ദെൻ മാർജിനൽ നോട്ട് എന്താണെന്ന് നോക്കുക. ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ്, എന്തിനാണ് മാർജിനൽ നോട്ട്? ഇപ്പോൾ നമ്മളൊരു മാർജിൻ അല്ലേ, മാർജിൻ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഈ മാർജിനൽ ഒരു നോട്ട് എഴുതെങ്കിൽ ഈ ഒരു പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർജിനൽ നോട്ട് എഴുതുന്നത്. അതാ അവിടെ എഴുതാം. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ, ഇപ്പോൾ ഒരു പ്രൊവിഷൻ എഴുതുന്നു, ആ പ്രൊവിഷൻ എഴുതിയിട്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറയാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. എന്താ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? അതിങ്ങനെയാണ് മനസ്സിലാകേണ്ടതെന്ന് ലോ മേക്കർ നമ്മളോട് പറയുകയാണ്. നമ്മൾ അത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അതല്ലാണ്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ദെൻ ഉട്രസ് മാഗീസ് വലറ്റ് കൊംപററ്റ് എന്നുള്ള ഒരു തിയറമുണ്ട്. ഇതിൽ ധാരാളം തിയറംസ് ഉണ്ട് ഈ ഇൻ്റർപ്രിട്ടേഷനിൽ. റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ, അതാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷന് അവർ പറയാം ഉട്രസ് മാഗീസ് വലറ്റ് കൊംപററ്റ് എന്നാണ് പറയാം. അപ്പോൾ ഉട്രസ് മാഗീസ് വലറ്റ് കൊംപററ്റ് എന്ന് കേട്ട ഉടനെ ഞെട്ടി തലതിരിഞ്ഞ് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് റീസണബിൾ കൺസ്ട്രക്ഷൻ ആണ്. 2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും റീസണബിൾ കൺസ്ട്രക്ഷൻ. ഓക്കെ, അത് വായിച്ച് പഠിച്ചോളൂ. മിസ്ചീഫ് റൂൾ, ഹൈഡൻസ് റൂൾ, ഈ രണ്ടെണ്ണം ഉട്രസ് മാഗീസ് കൊം അറ്റ് വലം പരേറ്റ, അതും പിന്നെ ഈ ഹൈഡൻസ് റൂളും, ഇത് രണ്ടും ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് മറക്കാതിരിക്കുക, ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ടെങ്കിലും അവർ ചോദിക്കും. ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ജനറൽ പ്രിൻസിപ്പിൾസ് എന്താണ്? ഇപ്പം ഇൻ്റർപ്രിട്ടേഷൻ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യത. ഈ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വി ഫീൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ജനറൽ ക്ലോസസ് ആക്ട്, 4ാമത്തെ ചാപ്റ്ററാണ് ജനറൽ ക്ലോസ് ആക്ട്. ജനറൽ ക്ലോസസ് ആക്ട് നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ആക്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വല്ല പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ ക്ലോസ് ആക്ട് എടുക്കുന്നത്. ഇത് 1897 ആക്ടാണ്. ഇതൊരു ജനറൽ ആക്റ്റാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം കമ്പനീസ് ആക്ടിൽ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യത്തിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ല, അതെന്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് അറിയാൻ നമുക്ക് നോക്കാം, റെഫർ ചെയ്യേണ്ട ഒരു ആക്റ്റാണ് ജനറൽ ക്ലോസ് ആക്ട്. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ഇതൊരു നിയമമല്ല, ഇത് പല ഹെഡിങ്സുകളും പല വാക്കുകളും കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. എ നോട്ടീസ് വെൻ റിക്വയർഡ് അണ്ടർ എ സ്റ്റാറ്റ്യൂട്ട്, ഒരു സ്റ്റാറ്റ്യൂട്ടറി റൂൾ പ്രകാരം നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അക്നോളജ്മെൻറ്റ് ഡ്യൂലാണ് നോട്ടീസ് അയക്കേണ്ടത്. പക്ഷെ നമ്മൾ അക്നോളജ്മെൻറ്റ് ഇല്ലാണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചു. ഈ രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചതുകൊണ്ട് നമുക്ക് അക്നോളജ്മെൻറ്റ് വെച്ച് അയക്കാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ജനറൽ ക്ലോസ് 1897 അത് പറയുന്നുണ്ടോ? സെക്ഷൻ 27 അത് പറയുന്നുണ്ട്.
ജനറൽ ക്ലോസ് ആക്ടിൽ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു കമ്പനി സെക്രട്ടറിയാണ്, നിങ്ങളൊരു നോട്ടീസ് അയക്കുന്ന സമയത്ത് അത് രജിസ്ട്രേഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്മെൻറ്റ് ഡ്യൂ വെച്ച് അയക്കേണ്ടതാണ്. ഒരു 100 നോട്ടീസ് അയച്ചു. നമ്മൾ ആ 100 നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അതിന് അക്നോളജ്മെൻറ്റ് വെക്കാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസറും ഡിഫോൾട്ട് ആവും. അത് ലീഗലി വയലേറ്റ് ചെയ്ത് നിങ്ങൾ ആരായി, ഓഫീസറും ഡിഫോൾട്ടായി, നിങ്ങൾക്ക് പെനാൽറ്റി വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്കത് വരാതിരിക്കാൻ നമുക്ക് എന്താണ് പ്രൊവിഷൻ എന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് അറിയണം, എക്സാമിന് ചോദിച്ചുകൂടാകുകയില്ല. സെക്ഷൻ 27 ജനറൽ ക്ലോസ് ആക്ടിൽ എ സർവീസ് ഷാൽ ബി ഡീംഡ് ടു ബി എഫക്റ്റഡ് ബൈ പ്രോപ്പർലി അഡ്രസ്സിംഗ്, പ്രീപേയിങ് ആൻഡ് പോസ്റ്റിംഗ് ബൈ രജിസ്ട്രേഡ് പോസ്റ്റ്. ഇത് യുണൈറ്റഡ് കമേഴ്ഷ്യൽ ബാങ്ക് വേഴ്സ് ബീംസെൻ മഖിജ എന്ന് പറയുന്ന കേസിൽ 1994 ഡിസൈഡ് ചെയ്ത കേസാണ്. A notice when required under the statutory rules to be sent by registered post acknowledgement due is instead sent by registered post only. The protection of presumption regarding serving of notice under registered post under this section of the act neither tenable not based upon sound exposition of law. ഇതൊരു രക്ഷയില്ല, നിങ്ങൾ അത് അയച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വെച്ചോണം. അബദ്ധം ചെയ്തിട്ട് പിന്നെ അവസാനം ഓഫീസറിന് ഡിഫോൾട്ടായി പെനാൽറ്റി എടുക്കേണ്ടി വരും. ചീഫ് കൺട്രോളിംഗ് റവന്യൂ അതോറിറ്റി, ഇത് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചീഫ് കൺട്രോളിംഗ് റവന്യൂ അതോറിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ഏജന്റ്, ഇത് രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട്. ദെൻ പർപ്പസീവ് റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ഇത് ഇൻ്റർപ്രിട്ടേഷൻ ഒരു പോയിന്റാണ്, ഞാനത് വന്നപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചതേ ഉള്ളൂ. പർപ്പസീവ് റോൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് ആ ഇൻ്റർപ്രിട്ടേഷനിൽ മാർക്ക് ചെയ്ത് വെക്കാം. പർപ്പസീവ് റോൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ആൾറെഡി റിവൈസ് ചെയ്ത് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ച ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് നോക്കണം എന്ന് ബേസ് ചെയ്ത് നോക്കണം. അല്ലാണ്ട് ഇത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് പാസ്സാവാമെന്ന് വിചാരിക്കരുത്. ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. നൗ കം ടു ചാപ്റ്റർ നമ്പർ 5, അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ വരുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയും നമുക്ക് അറിയണം. കാരണം ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യണം, ഓരോ ആൾക്കാരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ. വാട്ട് ആർ ദ 4 പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ സോഴ്സസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഏതൊക്കെയാ? പഠിച്ചവരുണ്ടല്ലോ ഇവിടെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, ഓർഡിനൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ഷൻസ്, നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സ് ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ്. 4 ഏരിയയിൽ നിന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ കടന്നു വരുന്നത്. എന്തൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, ഓർഡിനൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ഷൻസ്, നോട്ടിഫിക്കേഷൻ, സർക്കുലേഴ്സ്. സമയാസമയങ്ങളിൽ ഗവൺമെൻറ് ഇറക്കുന്ന സർക്കുലേഴ്സുകൾ, നോട്ടിഫിക്കേഷൻസ്, ഡയറക്ഷൻസ്, ഓർഡിനൻസുകൾ. ഓർഡിനൻസ് എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓർഡിനൻസ് എന്താണെന്ന് പഠിച്ചിട്ടില്ലേ? ഓർഡിനൻസ് എങ്ങനെ വാലിഡ് ആവുമെന്ന് പഠിച്ചിട്ടില്ലേ? കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര മാസമാണ് വാലിഡിറ്റി ഉള്ളതെന്ന് പഠിച്ചിട്ടില്ലേ? എത്ര ദിവസത്തിനുള്ളിൽ പാർലമെൻറ്റ് ഇത് പാസ്സാക്കണം എന്ന് പഠിച്ചിട്ടുണ്ടോ? പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളത്? അപ്പർ ഹൗസും ലോവർ ഹൗസും, അങ്ങനെയല്ലേ? ആണോ? ആവും അല്ലേ? ജുഡീഷ്യൽ ഡിസിഷൻസ്. ദെൻ എങ്ങനെയാണ് ജുഡീഷ്യലി അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിനെ ജുഡീഷ്യലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്. 2, സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ കൊടുക്കാൻ നമുക്ക് ഹൈക്കോടതിന് സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽസ് കൊടുക്കാം. റെഫറൻസ് ടു ദ ഹൈക്കോർട്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കേസ്, ഓർഡിനറി ഓർ ഇക്വിറ്റബിൾ. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെമഡീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് ചോദിക്കുന്ന ചോദ്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് മനസ്സിലാക്കുക, ചോദ്യം ഇങ്ങനെയായിരിക്കും. ഞാൻ ചെയ്തൊരു ചോദ്യമാണ് പറയുന്നത്. ബ്രീഫ്ലി എന്യൂമറേറ്റ് ദ വേരിയസ് മോഡ്സ് ഓഫ് ജുഡീഷ്യൽ കൺട്രോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ഇൻ ഇന്ത്യ. ചോദ്യം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ കറക്റ്റായിട്ട് അവർ ചെയ്യാത്ത സമയത്ത് നമുക്ക് എങ്ങനെ നിയമപരമായി അവർക്കെതിരെ നീങ്ങാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഗോട്ട് ഇറ്റ്? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ്സ് അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കറിയണം. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ, ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽസ് നമുക്ക് കൊടുക്കാം. ഹൈക്കോടതികൾക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെഫറൻസ് കൊടുക്കാം. ദെൻ ജുഡീഷ്യൽ റിവ്യൂ അറ്റ് ദ സ്റ്റേജ് ഓഫ് ഡെലിഗേഷൻ ഓഫ് ഡിസ്ക്രിഷൻ. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡിസ്ക്രിഷൻ
ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാം, വേണോ വേണ്ടേ തീരുമാനിക്കാം. ഇതാണ് ഡിസ്ക്രിപ്ഷണറി പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഉപയോഗം ആവശ്യമുണ്ടോ? കാരണം നമ്മൾ സുഖമായിട്ട് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാലോ? പറ്റില്ല. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. അത് കാരണം ഇതിൽ ധാരാളം അബ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അബ്യൂസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകാം, നോൺ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉണ്ടാകാം. ഈ സാധാരണ ഈ ഡിസ്ക്രിപ്ഷനിൽ വരാവുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ദെൻ ഗവൺമെൻറ്റിന് ലയബിലിറ്റി. ആരോ ഇന്നലെ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ലൈക്ക് സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ബാധകമാകുന്നത്, അല്ലെങ്കിൽ ഹൗ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി ഇമ്പോസ്ഡ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. അപ്പോൾ എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഹനിക്കപ്പെട്ടു എന്ന് കൂട്ടിയാൽ ക്യാൻ ഐ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്? യു ക്യാൻ ഫയൽ കേസ് ഓൺലി അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നതിന് നമുക്ക് കേസ് കൊടുക്കാം, പക്ഷേ ഇൻ യൂഷ്വൽ കേസസ് യു റൈറ്റ് you file a case against the state. The liability of the government can either be contractual or tortious. Discuss. Do the government have a contractual liability or tortious liability? Say, do we have a contractual relationship with the government or tortious relationship with the government? So contract with the government must be made in the name of the president or government, as the case may be, and it should be executed on behalf of the president or governor and എ പേഴ്സൺ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ പ്രസിഡന്റ്. ഇങ്ങനത്തിനാണ് നമ്മളൊരു ഗവൺമെൻറ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആ കോൺട്രാക്റ്റിൽ അവരുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്ത് ലയബിലിറ്റിയാണ്? അവരുടെ ലയബിലിറ്റി ഇറ്റ്സ് കോൺട്രാക്ച്വൽ ലയബിലിറ്റിയാണ്. ആ കോൺട്രാക്ട് പ്രകാരം ലയബിലിറ്റിയാണ് അവർക്ക് ഉള്ളത്. ദ ലയബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് വിക്കാരിയസ് ഫോർ ദ റോങ്ഫുൾ ആക്ട്സ് ഓഫ് ദ സെർവൻസ്. വിക്കാരിയസ് ലയബിലിറ്റി ടോർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിക്കാരിയസ് ലയബിലിറ്റി. എന്താ വിക്കാരിയസ് ലയബിലിറ്റി? എ പ്രിൻസിപ്പൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ട് ഓഫ് ദ ഏജന്റ് or an employee. Employer is liable for the act of an employee. അതിന് കുറേ എക്സെപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ വിക്കാരിയസ് ലയബിലിറ്റി ആണോ? സ്റ്റേറ്റിന് വിക്കാരിയസ് ലയബിലിറ്റി ഉണ്ടോ? ഭീം സിംഗിന്റെ കേസ് നിങ്ങൾ ഓർമ്മയുണ്ടാവും. ഭീം സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ. ഭീം സിംഗ് എന്ന് പറഞ്ഞാൽ MLA. അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പോലീസിലെടുത്തു. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തു. കാരണം അത് അദ്ദേഹത്തിന് അവകാശമായിരുന്നു വോട്ട് ചെയ്യുന്നത്. കോടതി അംഗീകരിച്ച് ഒരു മോണിറ്ററി കോമ്പൻസേഷനും കൊടുത്തു. എത്ര റുപ്യ? 50,000 റുപ്യ കൊടുത്തു ഒരു വോട്ടിന്. 1918 ഒരു കേസുണ്ട്, രാംകൊണ്ട റെഡ്ഡി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. അതിലൊരു കേസാണ്. ആ കേസിൽ പറയുന്നത് ദ സ്റ്റേറ്റ് പ്ലീ ഓഫ് സോവറിൻ ഫംഗ്ഷൻ വാസ് ടേൺ ഡൗൺ ആൻഡ് ഡാമേജ് വർ അവാർഡഡ് ഡിസ്പൈറ്റ് ബീങ് കേസ് ഓഫ് എക്സസൈസ് ഓഫ് സോവറിൻ ഫംഗ്ഷൻ. ചില സമയത്ത് സോവറിൻ ഫംഗ്ഷനാണ്. നമുക്കറിയാം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഗവൺമെൻറ് എപ്പോഴാണോ സോവറിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ലയബിൾ അല്ല. അതാണ് സോവറിൻ ഫംഗ്ഷൻ. പക്ഷേങ്കിൽ ആ സോവറിൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എക്സസീവായിട്ട് നമ്മൾ അതിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വി മേ ഡെഫിനറ്റ്ലി ഗവൺമെൻറ്റിന് എതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിലും അത്രയേ ഉള്ളൂ. ഇനിയാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ചാപ്റ്റർ, ഈ ബുക്കിൽ തന്നെ ഏറ്റവും രസകരമായ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലോ ഓഫ് ടോർട്ട്. ലോ ഓഫ് ടോർട്ടിൽ വാട്ട് ആർ ദ ജനറൽ കണ്ടീഷൻസ് ഓഫ് ലയബിലിറ്റി ഫോർ എ ടോർട്ട്? ടോർട്ട് ആകണമെങ്കിൽ എന്തൊക്കെയാണ് ജനറൽ കണ്ടീഷൻസ്? ടോർട്ട് അറിയാമല്ലോ. ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ എങ്ങനെ അടിക്കാൻ വാങ്ങിയാൽ ടോർട്ടാവുമോ? അയാളെങ്ങനെ ഇടിക്കാൻ വാങ്ങിയാൽ ടോർട്ടാവുമോ? നമ്മളിങ്ങനെ കണ്ണുറിച്ച് നോക്കിയാൽ ടോർട്ടാവുമോ? കളിയാക്കി ചിരിച്ചാൽ ടോർട്ടാവുമോ? പണിയാവും കേട്ടോ. ഇതൊക്കെയാണ് ടോർട്ടിൻ്റെ പ്രത്യേകത. പക്ഷെ ഇതൊക്കെ ടോർട്ടാണ്. മറ്റാൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ ചൂണ്ടിയിട്ട് അങ്ങനെ മൂക്കത്ത് ചൂണ്ടിയിട്ട് വർത്താൻ പറയാം. അങ്ങനെ ഇതൊക്കെ ടോർട്ടാണ്. തുടരണമെന്നില്ല. എന്തൊക്കെയാ വേണ്ടേ ടോർട്ടാവാൻ എന്നാണ് ചോദ്യം. ഓക്കെ, എന്തൊക്കെയാ? റോങ്ഫുൾ ആക്ട്, ലീഗൽ ഡാമേജ് ആൻഡ് ലീഗൽ റെമഡി. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന കേസ് കേട്ടിട്ടുണ്ടോ? ഇത് ചോദിക്കാം. ആഷ്ബി വേഴ്സസ് വൈറ്റ്. വാട്ട് ഈസ് ഡാമിനൻസ് ഇൻ എ ഇൻജൂറിയ, ഇൻജൂറിയസ് ഇൻ എ ഡാമിനൻ? ടോട്ടൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡാമിനൻസ് ഇൻ എ ഇൻജൂറിയ, ഇൻജൂറിയസ് ഇൻ എ ഡാമിനൻ.
Damages without injury and injury without damage. You have an injury but without a damage. There is no damage. You have nothing has happened to you, but there is an injury. There is an injury. Damages without injury. Legal injury ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഡാമേജ് ഉണ്ട്. ഗ്ലാസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് മറന്നു. അതൊക്കെ ഗ്ലാസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് ഒക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവാൻ വഴിയില്ല. എന്താ ഗ്ലാസസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്? ഇപ്പം ഞാൻ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നടത്തുന്നു. ഞാൻ ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഫോക്കസ്ഡ് ചെയ്ത് നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ഞാൻ കുറച്ചാളെ പഠിപ്പിക്കുന്നു. എൻ്റെ ഓഫീസിന് നേരെ മുമ്പിൽ വേറൊരാൾ തുടങ്ങുന്നു, അതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാകുന്നു. ഈ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഒരിക്കലും പറ്റില്ല. കാരണം എന്താ? അതൊരു ലീഗൽ ഇഞ്ചുറി അല്ല. ടോർട്ടസ് ലയബിലിറ്റിയുടെ ടൈപ്പുകൾ. ടോർട്ടസ് ലയബിലിറ്റിയുടെ ടൈപ്പുകൾ. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓർ അബ്സല്യൂട്ട് ലയബിലിറ്റി. സ്ട്രിക്റ്റ് ലയബിലിറ്റി, അരുൺ. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓർ അബ്സല്യൂട്ട് ലയബിലിറ്റി. ലയബിലിറ്റി ഫോർ ഇനെവിറ്റബിൾ ആക്സിഡൻറ്റ്. എന്താ സ്ട്രിക്റ്റ് ലയബിലിറ്റി ഓർ സ്ട്രിക്റ്റ് ആൻഡ് അബ്സല്യൂട്ട്? അത് മനസ്സിലാക്കി വെച്ചേക്കണം. ആ സ്ട്രിക്റ്റ് ലയബിലിറ്റി ആൻഡ് അബ്സല്യൂട്ട് ലയബിലിറ്റി നമുക്ക് കാറ്റഗറീസ് ഉണ്ട്. എന്തൊക്കെ വരിക? ലയബിലിറ്റി ഫോർ ഇനെവിറ്റബിൾ ആക്സിഡൻറ്റ്, ലയബിലിറ്റി ഫോർ ഇനെവിറ്റബിൾ മിസ്റ്റേക്ക്, വിക്കാരിയസ് ലയബിലിറ്റി. ദെൻ വിക്കാരിയസ് ലയബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഇത് വളരെ വിക്കാരിയസ് ലയബിലിറ്റി ഈ ഒരു ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേരിയസ് ടൈപ്പ് ഓഫ് ടോർട്ടസ് ലയബിലിറ്റി ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും സംഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ ക്വസ്റ്റ്യൻസ് ഓർ ഇൻ യുവർ എക്സാമിനേഷൻ. വിക്കാരിയസ് ലയബിലിറ്റി ഈസ് പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. പാർട്ട്നേഴ്സ് തമ്മിൽ വിക്കാരിയസ് ലയബിലിറ്റി ഉണ്ടോ? ഇപ്പം ഞാനും നിങ്ങൾ ഒരു പാർട്ട്നേഴ്സായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിന് നിങ്ങൾ ലയബിൾ ആണോ എന്നാണ് ചോദ്യം. ആണ് എന്നാണ് ഉത്തരം. ഒരു രക്ഷയില്ല. പാർട്ട്നേഴ്സ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഉദാഹരണം കൈക്കൂലി കൊടുക്കുന്ന കേസാണ് ഹാംലിൻ വേഴ്സസ് ഹൂസ്റ്റൺ. ആ കേസാണ്. വൺ ഓഫ് ദ ടു പാർട്ട്നേഴ്സ് ബ്രൈബ്ഡ് ദ പ്ലെയിന്റിഫ് ക്ലർക്ക് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഹിം ടു ഡൈവേഴ്സ് സീക്രറ്റ്സ് റിലേറ്റിംഗ് ടു എംപ്ലോയേഴ്സ് ബിസിനസ്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ബോത്ത് ദ പാർട്ട്നേഴ്സ് വർ ലയബിൾ. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ രണ്ടുപേരുണ്ട്. അതിലൊരു പാർട്ട്ണർ പോയിട്ട് എന്ത് ചെയ്തു? കാശ് കൊടുത്തു, കൈക്കൂലി. ഒരു കാര്യം നടത്തി ഒരാളിൽ നിന്ന് വേറൊരാളെക്കുറിച്ച് തെറ്റുള്ള ഇൻഫർമേഷൻസ് കാശ് കൊടുത്ത് ഇൻഡ്യൂസ് ചെയ്ത് വാങ്ങി. കേസ് വന്നപ്പോൾ ഈ രണ്ട് പാർട്ട്ണർ ലയബിളായി. കാരണം എന്താണ്? എ പാർട്ട്ണർ ഈസ് ലയബിൾ ഫോർ ഹിസ് കോ പാർട്ട്നേഴ്സ് ആക്ട്. മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. എവിടെയോ വായിച്ചൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഓർക്കുന്ന അത് എവിടെ, ആ പോയിന്റ് നമുക്ക് വരുമ്പോൾ പറയാം. എന്നാലും പറയാൻ ഒരു കേസിലാണ് ഒരു പ്രിൻസിപ്പലുടെ അല്ലെങ്കിൽ ഒരു മാസ്റ്ററുടെ കുട്ടിയെ കാണാണ്ടാവുന്നു. ആ കാണാണ്ടായിട്ട് കുട്ടി പോകുന്നു. എല്ലാവരും കുട്ടിയെ തിരഞ്ഞു നടക്കുന്നു. ആ സമയത്ത് മാസ്റ്റർ എന്ത് ചെയ്യുന്നു? എന്താ പറയുക, ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് കൊടുക്കുന്നു. ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് ഒരു 10,000 രൂപ കൊടുക്കാമെന്ന്. ഈ മാസ്റ്റർ ഒരു ജോലിക്കാരൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും അറിയാണ്ട്, ഈ 10,000 രൂപ കിട്ടുന്നെന്ന് അറിയാണ്ട് എവിടേക്ക് തിരഞ്ഞു പിടിച്ച് കുട്ടിയെ കൊണ്ടുവരുന്നു. കുട്ടിയെ കൊടുക്കുന്നു. മാസ്റ്റർ ഈസ് ഹാപ്പി. ബട്ട് ലേറ്റർ ഈ സെർവൻറ്റ് ചോദിക്കുന്നു, എനിക്ക് എൻ്റെ പൈസ തരൂട്ടാ. എന്ത് 10,000 രൂപ? എന്തിന്? അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് 10,000 രൂപ കൊടുക്കേണ്ട കുട്ടിയെ കൊടുന്നാന്ന്. അയാൾക്ക് ആ 10,000 രൂപയ്ക്ക് അർഹതയുണ്ട്. ചോദ്യം ഇതാണ്. അർഹതയില്ല എന്നാണ് ഉത്തരം, അല്ലേ? Then, where the employer is liable for the act of independent contractor. ഇതൊക്കെ കേസിലുമായിട്ട് വരും. മക്കളെ, ഞാനിത് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇതിലൊക്കെയാണ് നിങ്ങൾ ട്രാപ്പ് ചെയ്യുന്നത്.
കാരണം നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകുമ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ കോൺട്രാക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ കോൺട്രാക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ജോലി ചെയ്യുന്നുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ലയബിൾ ആവുമെന്ന ചോദ്യം. കാരണം ഇങ്ങനത്തെ കേസുകൾ നിങ്ങളുടെ ദൈനംദിനത്തിൽ ഭയങ്കരമായിട്ട് വരും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മുടെ ടോപ്പിക്കുമായി, നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ ചെയ്യുന്ന പ്രവർത്തിക്ക് ഞാൻ ലയബിൾ ആണോ എന്നുള്ളതാണ് ചോദിക്കുക. യെസ്, there are situations. ഇപ്പോൾ when the employer authorizes him to commit a tort, അത് ചെയ്യാൻ സമ്മതിക്കുന്നു. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഉള്ള ടോർട്ടുകളുണ്ട്. ദെൻ നെഗ്ലിജൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ. ഒരു കോൺട്രാക്ടറെ അപ്പോയിന്റ് ചെയ്തു, അയാൾ നെഗ്ലിജന്റ് ആയി ഒരു ജനൽ വെക്കുന്ന സമയത്ത് ജനലിൽ മുഴുവൻ കല്ല് തലയ്ക്ക് വീണ ആൾക്ക് പരിക്ക് പറ്റുന്നു. ആ ആൾക്ക് കേസ് കൊടുക്കാൻ വലിയ ചോദ്യമാണ്. നമ്മൾ പറയുന്നത് ഞങ്ങൾ കോൺട്രാക്ടറിനെ അപ്പോയിന്റ് ചെയ്തതെന്ന്. രക്ഷയൊന്നുമില്ല കേട്ടോ, നമുക്കെതിരെ കേസ് വരും. കാരണം എന്താണ്? അതൊരു സ്ട്രിക്റ്റ് ലയബിലിറ്റിയാണ് നമ്മുടെ. കാരണം ഹി വാസ് നെഗ്ലിജന്റ്. ആൻഡ് സ്റ്റേറ്റിൻ്റെ ലയബിലിറ്റി, വിക്കാരിയസ് ലയബിലിറ്റി. സ്റ്റേറ്റിൻ്റെ വിക്കാരിയസ് ലയബിലിറ്റി, ഗവൺമെൻറ് വിക്കാരിയസ് ലയബിളാണ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഗവൺമെൻറ് ലയബിളാണ്. ഇന്ത്യയിലെ പൊസിഷൻ എന്ന് പറയാം, ഇംഗ്ലണ്ടിൽ ഇപ്പം ഇവൻ രാജ്ഞി പോലും സ്റ്റേറ്റിൻ്റെ രാജ്ഞിയുടെ ഒരു സെർവൻ്റ് ചെയ്യുന്ന പ്രവൃത്തിക്ക് രാജ്ഞി പോലും എന്താണ്? ലയബിളാണ്. പക്ഷേ ഇന്ത്യയിലെ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു വിക്കാരിയസ് ലയബിലിറ്റിക്ക് ഒരു പ്രൊവിഷൻ ഇല്ല. സോവറിൻ ഫങ്ഷൻസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് എന്തെങ്കിലും ഗവൺമെൻറ് സർവൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ് ബാധ്യസ്ഥരല്ല. അതിന് കേസ് ലോ ഉണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ സമയത്ത് ഇയാൾ പറയുകയാണ് പോലീസുകാരോട്, സാർ ഞങ്ങൾക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ, കറക്റ്റ് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ ആക്രമിക്കും എന്ന് പറയാണ്. ആൾക്കാരെ ആക്രമിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷവും ആക്രമിക്കുന്നു. പോലീസുകാർ റിട്ടാലിയേറ്റ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു, ഇയാൾക്ക് പരുക്ക് പറ്റുന്നു. ഇയാൾ കോടതിയിൽ കേസ് കൊടുക്കുന്നു. കാരണം ഞാൻ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ജോലി ആരുടെയാ? പോലീസിൻ്റെയാണ്. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, നോക്കൂ എനിക്കിങ്ങനെ ഒരു അപകടം വരാൻ സാധ്യതയുണ്ടാണ്, നിങ്ങൾ എന്നെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, എന്നെ ഇവിടെ നിർത്തരുതെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് അവർ അറ്റാക്ക് ചെയ്തു. ഇവിടെ പോലീസുകാരുണ്ടായിരുന്നില്ല, എനിക്ക് പരിക്ക് പറ്റി. സോ നഷ്ടപരിഹാരം ഗവൺമെൻറ് തരണം. തീരുമാനമായി. അങ്ങനെ ഒരു സംഭവമില്ല. കാരണം പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളെ ഫുൾ സെക്യൂരിറ്റി ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ചില അൺഫോർച്യൂൺ ആക്ടുകൾ, അതായത് ചില സമയത്ത് എത്ര ആൾ വരും നമുക്കറിയില്ലല്ലോ. അപ്പോൾ പോലീസ് അവർക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു. അതിനപ്പുറത്ത് വരുന്ന കാര്യങ്ങൾക്ക് ഗവൺമെൻറ് ലയബിൾ അല്ല എന്നാണ് ഉത്തരം വന്നത്. ദെൻ ടോട്ടൽ വേറെ ചോദിക്കാൻ സാധ്യതയിലാണ് ബാറ്ററി. നോട്ട് ദാറ്റ് ബാറ്ററി. എന്താണ് ബാറ്ററി? യൂസ് ഓഫ് ഫോഴ്സ്, ഹൗവർ ട്രിവിയൽ ഇറ്റ് മേ ബി, വിത്തൗട്ട് ദ പ്ലെയിൻറ്റിഫ് കൺസെൻറ്റ് ആൻഡ് വിത്തൗട്ട് എനി ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ. അടിക്കൊന്നും വേണ്ട, വേദനയൊന്നും വേണ്ട, വെറുതെ ഒന്നും തൊട്ടാൽ മതി. നമ്മൾ പോലെ ധൈര്യം അടിക്കണം അവൻ കളിയാക്കില്ലേ? ദാറ്റ് ഈസ് വാട്ട്. ആൻഡ് അസോൾട്ട്. വാട്ട് ഈസ് അസോൾട്ട്? അസാൾട്ടിൻ്റെ എന്താ മീനിങ് വരുന്നത്? അസോൾട്ട് ഈസ് എൻ ആക്ട് ഓഫ് ഡിഫൻഡന്റ് വിച്ച് ഡയറക്ട്ലി കോസസ് എ പ്ലെയിൻറ്റിഫ് immediately to apprehend a contact with the person. This was the different by creation application the mind that he is going to commit a battery. അതായത് ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൊടണം എന്നാണ് ബാറ്ററി ആവുന്നത്. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ മാത്രം മതി, തൊടണ്ടാകണ്ട, ഗ്യാപ്പ് ഉണ്ടാകും. തൊട്ടിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ പേടിച്ചു പോയി. നമ്മളൊരാളുകൾ നടന്നു പോകുമ്പോൾ അയാളെ പുറകിൽ വണ്ടി കൊണ്ട് കാങ്ങ് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ അതെന്താണ്? അസോൾട്ടാണ്. അസോൾട്ടും ബാറ്ററിയും ടോർട്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ആവശ്യമില്ലാണ്ട് ആൾക്കാരുടെ അടുത്തേക്ക് പോയിട്ട് നിയമം അറിയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മർമ്മ അറിയുന്ന മർമ്മാണി വൈദ്യരുടെ അടുത്ത് പോയ പോലെ ആയിപ്പോകും. ദെൻ മാലിഷ്യസ് പ്രോസിക്യൂഷൻ. അത് നോക്കി വയ്ക്കുക. മാലിഷ്യസ് പ്രോസിക്യൂഷൻ എന്താ? ഒരു മാലേഷ്യസ് ഇൻറ്റൻറ്റോട് കൂടിയിട്ട് ഒരാളെ ചതിക്കുക, അല്ലെങ്കിൽ പറ്റിക്കുക, അല്ലെങ്കിൽ ദ്രോഹിക്കുക, അല്ലെങ്കിൽ അപമാനിക്കുക, ഡിഫമേഷൻ അല്ലേ എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഒരു കോസ് ഇല്ലാണ്ട് മലീഷ്യസ് ആയിട്ട്, അത് ഇംപ്രോപ്പർ മോട്ടീവോട് കൂടിയായിരിക്കണം അത് ചെയ്തിട്ടുണ്ടാവുക. അതിന് പ്ലെയിൻറ്റിഫിന് ഡാമേജും ഉണ്ടായിരിക്കണം. എൻ്റെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ദെൻ ഫാൾസ് ഇംപ്രിസൺമെൻറ്റ്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? ടോർട്ടിയസ് ലയബിലിറ്റി അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്.
ഫാൾസ് ഇംപ്രസൺമെൻറ്റ്. എന്താണ് ഫാൾസ് ഇംപ്രസൺമെൻറ്റ്? ഒരാളെ നമ്മൾ മുറിയിൽ അടച്ചിട്ട് പോകുന്നു, അറിയാണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് പോകുന്നു. അങ്ങനെ ലോക്ക് ചെയ്ത് പോയാൽ അയാൾക്ക് ഫാൾസ് ഇംപ്രസൺമെൻറ്റ് നമുക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ഒരാളെങ്ങനെ തടുത്തു നിർത്തുന്നു, അനങ്ങരുത്, പോകാൻ സമ്മതിക്കില്ല, അയാൾക്ക് അത് ഫാൾസ് ഇംപ്രസൺമെൻ്റ് ആണ് കേട്ടോ. ജയിലിലിടണം, അല്ലെങ്കിൽ ഡോർ അടയ്ക്കണം, പൂട്ടണം, ഗോദ്രജിൻ്റെ പൂട്ട്, അങ്ങനെ നിയമമൊന്നുമില്ല, മനസ്സിലാക്കുക. ഫാൾസ് ഇംപ്രസൺമെൻറ്റ് ദാറ്റ് പേടിപ്പിച്ച് നിർത്തിയാൽ മതി. ഫാൾസ് നെർവസ് ഷോക്ക് തമാശയ്ക്ക് വേണ്ടി പറയും. എന്ത് ആനറുകയും നമ്മളാണ്ട് ഓടും, നമ്മളോടുമ്പോൾ എല്ലാവരും ഓടും. ചിലപ്പോൾ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളുണ്ടാവും, അയാൾ എന്തെങ്കിലും സംഭവിച്ചാലോ. നെർവസ് ഷോക്ക്. നമ്മളത് ഒരു സ്റ്റിക്ക്, ബുള്ളറ്റ്, അത് ജസ്റ്റ് നമ്മൾ ആ കത്തി കൊണ്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് കൊടുന്നാൽ നെർവസ് ഷോക്ക്. നമ്മുടെ ചില ആൾക്കാരുണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കത്തി എടുത്ത് കുത്തുട്ടോ എന്നൊക്കെ പറയും. പക്ഷെ അത് കുത്തുമെന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാകും. കേൾക്കുന്ന ആൾ കുറച്ച് ഹാർട്ട് എന്നെ പോലെ നിങ്ങളെ പോലെ ഒന്നും അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ട്രബിൾ. അതൊരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാകാം, ഇൽനെസ് ഉണ്ടാകാം, ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനത്തെ ഇഷ്യൂ വരുന്ന സമയത്ത് യു വിൽ ബി ഇൻ ട്രബിൾ. നെർവസ് ഷോക്ക്. ദെൻ അടുത്താണ് ഡിഫമേഷൻ. എന്താ ഡിഫമേഷൻ? മാനനഷ്ടം. അതാണ് ആക്ച്വലി ഒരു വലിയൊരു അബദ്ധമാണ്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. വെറുതെ കിട്ടുന്ന സാധനം ഒരു ഫോർവേഡാണ് അല്ലേ, ലൈക്ക്, ലവ്, വാവ്, ഇതൊക്കെയാണ് നമ്മൾ അടിക്കുന്നത്. ഇതിനൊക്കെ പ്രശ്നമുണ്ട്. നമ്മുടെ 118A ഗവൺമെൻറ് ഓഫ് കേരള കൊണ്ടുവന്നിരുന്നെങ്കിൽ നമ്മളിൽ പലരും കുടുങ്ങുമായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചത് പോയി. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻവാലിഡ് ആയതുകൊണ്ട്. കാരണം ഫ്രീഡം, എവിടെയാണ് ഫ്രീഡം പറഞ്ഞിരിക്കുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഡിഫമേഷൻ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ, അതിൽ ഏതൊക്കെ തരത്തിലാവുള്ളേ? ഡിഫമേഷൻ, ലിബൽ ആൻഡ് സ്ലാൻഡർ. ടോർട്ടിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ റെമഡീസ് ഇൻ ടോർട്ട്? ജുഡീഷ്യൽ റെമഡീസ് ഉണ്ട്, എക്സ്ട്രാ ജുഡീഷ്യൽ റെമഡീസ് ഉണ്ട്. സെൽഫ് ഡിഫെൻസ്. ഇപ്പം നിങ്ങൾ ഒരാളെ ഇങ്ങനെ അടിക്കാൻ ഓങ്ങി, അയാൾ നമ്മളെ അടിച്ചു, നമ്മുടെ ഒരു പല്ല് പോയി, അയാൾക്ക് പ്രൂവ് ചെയ്യാം സെൽഫ് ഡിഫെൻസ് ആയിരുന്നു കേട്ടോ, പല്ല് പോയത് മിച്ചാവും. പ്രിവെൻഷൻ ഓഫ് ട്രെസ്പാസ്. ഇവിടെ തൊടിയിലേക്ക്, നമ്മുടെ പറമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു, അയാൾ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല, അയാൾ വേണമെങ്കിൽ 2 പൊട്ടിച്ചാൽ അയാൾക്ക് കേസ് കൊടുക്കാനൊന്നും പാടില്ല. കാരണം ധരിച്ച് ട്രെസ്പാസ്, പ്രിവെൻഷൻ ഓഫ് ട്രെസ്പാസ്. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത്, റെമഡീസ്. ടോർട്ട് ലയബിലിറ്റി വരാത്ത സിറ്റുവേഷനാണ് സെൽഫ് ഡിഫെൻസിൽ ചെയ്താൽ, പ്രിവെൻഷൻ ഓഫ് ട്രെസ്പാസ് ചെയ്താൽ. റീ എൻട്രി ഓൺ ലാൻഡ്. ഇപ്പം എൻ്റെ ഒരു പ്രോപ്പർട്ടി വേറൊരാൾക്ക് പിടിച്ചെടുക്കുന്നു, അതിലേക്ക് ഞാൻ കടന്നു കയറുമ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ ആ ഫോഴ്സ് വാലിഡ് ആണ്. റീക്യാപ്ഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് തിരിച്ചെടുക്കുക. അബേറ്റ്മെൻറ്റ് ഓഫ് ന്യൂയിസൻസ്, നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ചിലരുണ്ട് ഈ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് പാട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വളരെ സൗണ്ടിൽ പാട്ടൊക്കെ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മളിരുന്ന് അയാളുടെ മുഖത്ത് എന്താ സാറേ, അയാൾ നല്ല ശരിയായിരിക്കും, കേസ് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ കേസ് കൊടുക്കടാ നമ്മോട് പറയും ചിലപ്പോൾ നമ്മൾ സാർ ഒന്ന് നിർത്തേട്ടാ, എന്താ സാർ എന്താ ചേട്ടാ സൗണ്ട് കൊടുക്കേട്ടാ, നീ പോയി കേസ് കൊടുക്കടാ എന്ന് പറയും. ഇപ്പം നമ്മളെന്താ വെച്ചാൽ കേസ് കൊടുക്കാൻ പറ്റുമോ? പറ്റൂട്ടാ, കേസ് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനത്തെ ചെറിയ ലോജിക്സ് നമുക്കറിയാം. ഈ ടിക്ടോക്കിൻ്റെ ഒക്കെ സമയത്ത് ഭയങ്കര രസമായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ നിറയെ പാട്ട് വന്നു കഴിഞ്ഞാൽ ആള് ഭയങ്കര എൻജോയ്മെൻറ്റിലാവും. നമ്മുടെ ഉറക്കം പോയിട്ടുണ്ടാവും. ടേപ്പ് റെക്കോർഡറിൽ പാട്ട് വെക്കുന്നത്, മ്യൂസിക് സിസ്റ്റം, ടേപ്പ് റെക്കോർഡർ എന്ന് പറയാൻ പാടില്ല അല്ലേ. ചിലപ്പോൾ വീട്ടിൽ 1000 പാട്ട് 2000 പാട്ട് സിസ്റ്റം വെച്ചിട്ട് ധൂം ധൂം ധൂം, അപ്പുറത്തെ വീടേക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ. ഡിസ്ട്രസ് ഡാമേജ് ഫെസൻറ്റ്, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ കേട്ടോ. ഡിസ്ട്രസ് ഡാമേജ് ഫെസൻറ്റ് എന്താണ്? ഡിസ്ട്രസ് ഡാമേജ് ഫെസൻറ്റ് എന്ന് പറയാം. An occupier may lawfully seize any cattle or any chattel which are unlawfully on his land doing damage there and detain them until the compensation pays for the damage. The right is known as that the distress damage fecit, to distrain things which are doing damage. Distress damage fecit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to distrain things which are doing damage.
നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പറമ്പിൽ കയറി ഒരു പശു അല്ലെങ്കിൽ ആടുകൾ, കോഴികൾ നന്നായിട്ട് ദ്രോഹം ഉണ്ടാക്കുന്നു എങ്കിൽ, നഷ്ടമുണ്ടാക്കുന്നു എങ്കിൽ അവരെ പിടിച്ചു നിർത്തി, അവരെ പിടിച്ചു വെക്കാം. ആ പൈസ കിട്ടിയതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. ഇതാണ് ഡിസ്ട്രസ് ഡാമേജ് പെർസെൻറ്റ്. ദെൻ ടോട്ടൽ ഇത്രയും മതി, ഇത്രയൊക്കെ നോക്കിയാൽ മതി. ഇപ്പം തന്നെ നമ്മൾ ആൾമോസ്റ്റ് ടോട്ടൽ എന്താണ്, ടോട്ടൽ മെയിനായിട്ട് ടോട്ടൽ എന്താണ്, ടോട്ടൽ നമുക്ക് കിട്ടാവുന്ന എക്സ്ക്യൂസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നൗ വിൽ ഗോ ടു ലിമിറ്റേഷൻ ആക്ട്. ലിമിറ്റേഷൻ ആക്ട് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്? അതായത് നിങ്ങൾ ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പോണവരല്ലേ, എന്താ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം? ലിമിറ്റേഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ലിമിറ്റേഷൻ ആക്ടിൽ ഓരോ കേസും എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കേസ് കൊടുക്കണം കോടതിയിൽ, അങ്ങനെ നിയമമുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടമുള്ളപ്പോൾ കേസ് കൊടുത്താൽ പോരാ, അതിനൊരു പെർട്ടിക്കുലർ ടൈമുണ്ട്. ആ സമയത്തുള്ളിൽ നമ്മൾ കേസ് കൊടുക്കണം. ആ കേസ് കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ കേസിന് വാല്യൂ ഇല്ലാണ്ടാവും, നമുക്ക് കേസ് കൊടുക്കാൻ അവകാശം നഷ്ടപ്പെട്ടു പോകും. ലിമിറ്റേഷൻ ആക്ട് 1963 ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ ആക്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എപ്പോഴൊക്കെ ലിമിറ്റേഷൻ ആക്ട് 1963 എന്ന് പറയാം. അപ്പോൾ ആ 1963 നമ്മൾ മനസ്സിൽ നിൽക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണ് ഡോക്ട്രിൻ ഓഫ് സഫിഷ്യൻറ്റ് കോസ്. സഫിഷ്യൻറ്റ് കോസ്, ഒരു കാരണം, സഫിഷ്യൻ്റ് ആയിട്ടുള്ള കാരണം. പല സ്ഥലത്തും നമുക്കിത് പറയുന്നുണ്ട്, അതൊന്ന് വായിച്ചു വയ്ക്കുക. സെക്ഷൻ 5 ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു ഡോക്യുമെൻ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ, സഫിഷ്യൻറ്റ് കോസ് നമുക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിന് എക്സ്റ്റൻഷൻ കിട്ടും. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ നമുക്ക് സമയം കിട്ടി, നമുക്ക് ആ സമയത്തുള്ള ചെയ്തില്ലെങ്കിൽ വി ഹാവ് ടു ഷോ സഫിഷ്യൻറ്റ് കോസ്. സോ യു നീഡ് ടു റീഡ് ദിസ്. You have my number, right? If anybody who is seeing this and but they want to have these notes, I can send you, no problem. You can send me a WhatsApp message. Period of limitation once starts cannot be stopped. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ധാരാളം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പീരിയഡ് ഓഫ് ലിമിറ്റേഷൻ വൺസ് സ്റ്റാർട്ട്സ് കനോട്ട് ബി സ്റ്റോപ്പ്ഡ്. എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അത് ഇപ്പോൾ ഒരു ലിമിറ്റേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്ത്, ഉദാഹരണം ഞാനൊരു ഒരു ഡോക്യുമെൻ്റ് ഇന്ന് എനിക്ക് ഫയൽ ചെയ്യാനുണ്ട്, രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇത് 3 കൊല്ലത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. ഈ 3 കൊല്ലത്തിൽ രജിസ്റ്റർ ചെയ്യാൻ 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമോ ലിമിറ്റേഷൻ എന്നാണ് ചോദ്യം. ഇല്ല, ഒരിക്കലും സ്റ്റാർട്ട് ചെയ്താൽ അതിന് വേണ്ടിയുള്ളിൽ ചെയ്തിരിക്കണം. ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ അവകാശം കഴിഞ്ഞു. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ കമ്പനി സെക്രട്ടറി നിങ്ങളുടെ പ്രൊഫഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു കടം കൊടുക്കാനുണ്ടെന്ന് കൂട്ടുക, വി നീഡ് ടു പേ സം മണി ടു സംബഡി. അത് ലിമിറ്റേഷൻ കഴിഞ്ഞു, അയാൾക്ക് നമുക്കതിന് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്നേഹത്തിൻ്റെ മുകളിൽ അയാൾക്കൊരു 10,000 രൂപ കൊടുക്കാണ്ട് അതിലൊരു 2,000 രൂപ നമ്മൾ ലിമിറ്റേഷൻ കഴിഞ്ഞിട്ട് അയാൾക്ക് കൊടുക്കുന്നു. നമ്മൾ 2,000 രൂപ അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അയാൾക്ക് അതിന് വീണ്ടും ഫ്രഷ് ലിമിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നാണ് ചോദ്യം. അതായത് ദാറ്റ് വിൽ ബി കോൾഡ് ആസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് യുവർ ഡെറ്റ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മൾ കമ്പനി സെക്രട്ടറി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണിത്. നമ്മളിവിടെ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഇതെന്താണ് എന്നല്ല പഠിക്കുന്നത്, ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും, എത്രമാത്രം പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, ഇതനുസരിച്ചാണ് അവിടെ ക്വസ്റ്റ്യൻ ഇടുന്നത്. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പഠിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അല്ലാണ്ട് എൻ്റെ നോളജ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ നോളജിനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കലാണ്. So come to the point. Effect of payment on account of a debt or interest on legacy. Then ഒരു ലിമിറ്റേഷൻ പീരിയഡ് അവസാനം സെക്ഷൻ 19 ഇത് പറയുന്നത്, സെക്ഷൻ 19. ഒരു ലിമിറ്റേഷൻ പീരിയഡ് സ്റ്റാർട്ട് ചെയ്തു. ആ ലിമിറ്റേഷൻ പീരിയഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമ്മൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നു എങ്കിൽ ആ പേയ്മെൻറ്റ് കൊടുത്താൽ അന്ന് മുതൽ വീണ്ടും ഒരു ലിമിറ്റേഷൻ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യും. ഇനി അക്വിസിഷൻ ഓഫ് ഓണർഷിപ്പ് ബൈ പൊസഷൻ.
അതിനകത്ത് എന്താ? ഇപ്പം നമ്മളൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊരു വഴി നടക്കുന്നു, നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന കേസാണ്. നാളെ നിങ്ങളുടെ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് പോകുന്ന വഴിയിലെ കേസാണ്. ടോട്ടലുള്ളതാണ് ഇവിടെയും സംസാരിക്കുന്നുണ്ട്. ആ നടക്കുന്ന വഴി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗുകാരൻ നിങ്ങളുടെ ആൾ ശരിയല്ല എന്ന് പറഞ്ഞ് അങ്ങ് കൂട്ടിക്കെത്തി. നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമെന്നാണ് ഉത്തരം. പറ്റും. നിങ്ങൾ തുടർച്ചയായി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ 11 വർഷം നടന്നു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി കൂടെ ആ നടക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. വഴിയുടെ അവകാശമുണ്ട്. റൈറ്റ് ഓഫ് ഈസ്മെൻറ്റ്, ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ 30 years വേണം. റൈറ്റ് ഓഫ് ഈസ്മെൻറ്റ് യു ഹാവ് എ ലൈഫ്. അതൊക്കെ നമ്മൾ അറിയണം. ആൻഡ് ലിമിറ്റേഷൻ സെക്ഷൻ 473 പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 473 മാത്രമല്ല, ക്വസ്റ്റ്യൻ ഇതാണ്: ഏതൊക്കെ സമയത്താണ് ലിമിറ്റേഷൻ ആക്ടിൻ്റെ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുക? ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ, അതിൻ്റെ റീസൺസ് ഏതൊക്കെയാണ്? സഫിഷ്യൻറ്റ് കോസസ്. The delay is properly explained and it is necessary to do so in interest of the justice. There are two things. ഒന്ന്, ആ ഡിലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ ജസ്റ്റിസ് പബ്ലിക് ഇൻട്രസ്റ്റിന് അത് ആവശ്യമാണ്. അല്ലെങ്കിൽ നിയമത്തിൻ്റെ ജസ്റ്റിസിന്, നിയമം നീതിന്യായ വ്യവസ്ഥയ്ക്ക് അത് ആവശ്യമാണ്. കാരണം അത് ന്യായമായിരുന്നു. ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ് അല്ലേ? അതെവിടെ വായിച്ചിട്ടില്ലേ? ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഗുഡ് കോൺഷ്യൻസ് എവിടെയുള്ളത്? ഇവിടെ ഉണ്ട് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ട് ഇല്ല, പ്രിയാമ്പിളിൽ. ദെൻ സിവിൽ പ്രൊസീജിയർ കോഡ് ചാപ്റ്റർ 8 നമ്മൾ പഠിക്കുന്നത്. സിവിൽ പ്രൊസീജിയർ കോഡ് എന്തൊക്കെയാണ്? സിവിൽ കോടതി, ക്രിമിനൽ കോടതി, കോടതികളെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആൾക്കാരാവും നമ്മളൊക്കെ. അപ്പോൾ സിവിൽ കോടതി, ആ കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ നോക്കുക. ദെൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്ക് സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഏതൊക്കെയാണ്? ഓർഡർ, ജഡ്ജ്മെൻറ്റ്, ഡിക്രി. ഓർഡർ, ജഡ്ജ്മെൻറ്റ്, ഡിക്രി. ഓർഡർ, ജഡ്ജ്മെൻറ്റ്, ഡിക്രി. വ്യത്യാസം മനസ്സിലാക്കണം. ഓർഡർ എന്താണ്, ജഡ്ജ്മെൻറ്റ് എന്താണ്, ഡിക്രി എന്താണ്? ഓർഡർ എന്താണ്, ജഡ്ജ്മെൻറ്റ് എന്താണ്, ഡിക്രി എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 14 പറയുന്നത് ഈസ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ദ ഡിസിഷൻ ഓഫ് ദ സിവിൽ കോർട്ട് ബട്ട് വിച്ച് ഈസ് നോട്ട് എ ഡിക്രി. അതായത് സിവിൽ കോടതിയുടെ ഡിസിഷൻ്റെ എക്സ്പ്രഷൻ, ഡിക്രി അല്ലാത്ത ഒരു എക്സ്പ്രഷനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. സെക്ഷൻ 2(9) പറയുന്നത് എ ജഡ്ജ്മെന്റ് മീൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ദ ജഡ്ജ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ഡിക്രി ഓർ ഓർഡർ. കണ്ടോ? ഓർഡർ എന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ അഭിപ്രായം, തീരുമാനം. പക്ഷെ അത് ഡിക്രി അല്ല. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ജഡ്ജ്മെന്റിന്റെ റീസൺസ് ആണ്. ആ ഓർഡറിന്റെ അല്ലെങ്കിൽ ഡിക്രിയുടെ റീസൺസ് ആണ് ജഡ്ജ്മെന്റ്. അപ്പൊ എന്താ ഡിക്രി? ദെൻ ഡിക്രി ഈസ് ദ ഫോർമൽ, സെക്ഷൻ 2 സബ്സെക്ഷൻ 2 പറയുന്നത് ഈസ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ദ അഡ്ജുഡിക്കേഷൻ. അതാണ് ഡിക്രി, ഫോർമൽ അഡ്ജുഡിക്കേഷൻ. ഇപ്പൊ നമ്മൾ 3 പറഞ്ഞ: ഒന്ന്, കോടതി തീരുമാനം പറയുന്നു, തീരുമാനം പറയേണ്ട കാരണങ്ങൾ പറയുന്നു, പിന്നെ തീരുമാനത്തിനെ ഫോർമലായിട്ട് അനൗൺസ് ചെയ്യുന്നു. ഓർഡർ, ജഡ്ജ്മെന്റ് ആൻഡ് ഡിക്രി. What is res judicata? Res judicata. And what is stay of suit? Stay. ഈ റെസ് ജുഡിക്കാറ്റയിലും സ്റ്റേ ഓഫ് സ്യൂട്ടിലും 1-2 കേസിലും വായിച്ചു വെക്കണം എന്നുള്ളതാണ് കേട്ടോ. ദെൻ ബ്രീഫ്ലി ഡിസ്കസ് ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റെഫറൻസ്, റിവ്യൂ ആൻഡ് റിവിഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡർ, ജഡ്ജ്മെന്റ് ആൻഡ് എന്താ പറയുന്നത്, ഡിക്രി. ദെൻ നൗ റെഫറൻസ്, റിവ്യൂ, റിവിഷൻ. ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ആക്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഇതാണ്. ഈ 6 ഓർഡർ, ജഡ്ജ്മെന്റ്, ഡിക്രി, റെഫറൻസ്, റിവ്യൂ, റിവിഷൻ, റെസ് ജുഡിക്കേറ്റ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് സമ്മറി പ്രൊസീജിയർ?
ഇത് ചോദിക്കാം. സമ്മറി പ്രൊസീജിയർ. എന്ത് സമ്മറി പ്രൊസീജിയർ? നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു സിവിൽ കോടതിയിൽ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ലൈക്ക് 20 വർഷം 30 വർഷം കണ്ടൊക്കെ തീരുമാനമാകുന്നത്. അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് ടൈമിനുള്ള തീരുമാനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമ്മറി പ്രൊസീജിയർ കൊണ്ടുവരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സമ്മറി പ്രൊസീജിയർ ഇത് ഓർഡർ 37 ഇത് പറയുന്നത്. സാധാരണ സംഭവിക്കുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഹുണ്ടീസ്, പ്രോമിസറി നോട്ട് പോലത്തെ കാര്യങ്ങളിലൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡ് അത്ര മതി. ഇനി ചാപ്റ്റർ 9 നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് IPC, ഒരു ക്രിമിനൽ ആക്ടിൻ്റെ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അതൊരു ക്രിമിനൽ ആക്ടായിട്ട് മാറുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അതൊരു ക്രിമിനൽ ആക്ടായിട്ട് മാറുന്നത്. ദെൻ മെൻസ് റിയ. മെൻസ് റിയ പറഞ്ഞാൽ മെൻസ് ആണുങ്ങൾ എന്നല്ല കേട്ടോ. മെൻസ് റിയ എന്ന് പറയുന്നതാണ്. വാട്ട് ഈസ് മെൻസ് റിയ? ഗിൽറ്റി ഇൻറ്റൻഷൻ. ഒരു തെറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വേണം ചെയ്യാൻ. നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, ഒരാളെ കുത്തി കൊന്നു കഴിഞ്ഞാൽ കോടതിയിൽ രക്ഷപ്പെടുന്ന പലരും എങ്ങനെയാണ്? ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊലപാതകത്തിന് ആൾക്കാർ കോടതിയിലും രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താ? സാർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, സെൽഫ് ഡിഫെൻസ് ആയിരുന്നു അത്. സെൽഫ് ഡിഫെൻസ്, മെൻസ് റിയ. ക്രിമിനൽ കോൺസ്പിറസി. വാട്ട് ഈസ് ക്രിമിനൽ കോൺസ്പിറസി? ഫോർജറി, ഡിഫാമേഷൻ. ഡിഫാമേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആൾറെഡി, അല്ലേ? ടോറിലൊക്കെ പഠിച്ചിട്ടില്ല. ഇനി ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വഴി നമ്മൾ ഒരു കേസിൽ നമ്മൾ കുടുങ്ങുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡിഫൻസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന ഡിഫൻസ്, ലൈക്ക് എസ്കേപ്പ് ഫ്രം എ ക്രിമിനൽ പ്രോസിക്യൂഷൻസ്. വാട്ട് ആർ ദ ഡിഫൻസസ് വി ക്യാൻ റേസ്? ഒന്ന്, ജുഡീഷ്യൽ പറയുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബൗണ്ട് ബൈ ലോ. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. സെക്ഷൻ 70, ഇഫ് എനിവൺ 76 പറയുന്നത്, എനിവൺ കമ്മിറ്റ്സ് എനി ആക്ട് which he is bound to do or mistakenly believes in good faith that he is bound by law to do it, he is not guilty. അയാൾക്ക് അറിയില്ലായിരുന്നു, അയാൾ വിചാരിച്ചത് അയാൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് അയാൾ ചെയ്തു. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് പറ്റി, പക്ഷെ അയാൾ ചെയ്യേണ്ടതല്ലായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് മിസ്റ്റേക്ക്. An act of a judge when acting judicially, act done pursuant to the judgment or order of a court, കോടതിയുടെ ഉത്തരപ്രകാരം ചെയ്തത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, അറിയാതെ പറ്റിയത്. ആക്സിഡന്റ് ഇൻ ഡൂയിങ് ലോഫുൾ ഫാക്ട്, ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇന്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം. ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age, 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന അബദ്ധങ്ങൾ. ആക്ട് ഓഫ് ചൈൽഡ് above 7 and under 12 of immature understanding. An act of a person, ഒരു സെക്കൻഡ്, act of a person incapable of judgment by reason of intoxication caused against his will. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എസ്കേപ്പാണ്. ഇൻടോക്സിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? ഡ്രിങ്ക്സ് കഴിക്കുക, മരുന്ന് കഴിക്കുക, അതൊക്കെ ചെയ്തിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ കംസ് ഡിഫോമേഷൻ. അത്രയേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ചാപ്റ്റർ 9 അത്ര ഒരു IPC ആണ് അത്, അല്ലേ? ചാപ്റ്റർ 9 IPC തന്നെയല്ലേ? IPCയിൽ അത്ര ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് പണി കിട്ടുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്രിമിനൽ ആക്ടിൻ്റെ ഫണ്ടമെൻ്റൽ എലിമെൻറ്റ്സ് നമുക്ക് അറിയണം. ഇത് അറിയണം എന്തിനാ? ഒരു കമ്പനി സെക്രട്ടറി നമ്മൾ ഇതൊന്നും നടക്കില്ല നമ്മൾ ഉറപ്പ് വരുത്തണം. ഫണ്ടമെൻ്റൽ ആക്ട്സ്, ക്രിമിനൽ കോൺസ്പിറസി. ദെൻ ക്രിമിനൽ മെൻസറി എവിടേക്കാണ് ആവശ്യമില്ലാത്തത്, വാട്ട് ഈസ് മെൻസറി ആൻഡ് വെർ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ദെൻ ക്രിമിനൽ കോൺസ്പിറസി, കാരണം നമ്മളെ അവർ ചിലപ്പോൾ ഉപയോഗപ്പെടുത്തും. ക്രിമിനൽ കോൺസ്പിറസി നമ്മളെന്ന് മിസ്റ്റേക്ക് പറ്റി എന്ന് വിചാരിക്കും. ഓക്കെ, ദെൻ അവിടെയൊക്കെ നമ്മൾ ആവശ്യം വരും. ദെൻ ഫോർജറി, ഡിഫമേഷൻ, ഇത് രണ്ടും നമുക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്.
ലോകത്ത് നമ്മളിപ്പോൾ ഈ കമ്പനി സെക്രട്ടറി ഒക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അതാണ്. ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാകാം, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുമ്പോഴേ ആ നോളജിനൊരു ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങൾ നാളെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ ഒരു കമ്പനി സെക്രട്ടറി ആയിട്ട് ഞാനത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെയാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്, ഇത് എത്രമാത്രം എൻ്റെ ലൈഫിൽ എൻ്റെ പ്രൊഫൈലിൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നത് അറിയണം. അല്ലാണ്ട് IPC പഠിച്ചിട്ട് IPCയുടെ എല്ലാ പ്രൊവിഷൻസും പഠിച്ചിട്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ നമുക്ക് എന്താ കാര്യമുള്ളത്? അപ്പോൾ കമ്പനി സെക്രട്ടറിഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് നമ്മൾ ഫോക്കസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കമ്പനി സെക്രട്ടറി പഠിക്കുന്നു. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിൽ നമുക്കിത് എങ്ങനെ ആവശ്യം വരും, അല്ലെങ്കിൽ ആ പ്രൊഫൈലിൽ നമുക്കിത് ആവശ്യം വരും എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഡൺ. Now we'll come to Criminal Procedure Code 1973. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അറിയാം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CPC സിവിൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, സിവിൽ കേസുകൾ സിവിൽ പ്രൊസീജിയർ കോഡിലും, ക്രിമിനൽ കോടതി കേസുകൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും. What type of law it is? Is it a substantive law or adjective law? Is it a substantive law or adjective law? And ഇത് ഏറ്റവും കൂടുതൽ ഉള്ള സംഭവമാണ് കൊഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്. അപകടമാണ് നമുക്ക് പല സമയത്ത്. എന്താ ഉണ്ടാവുക അറിയോ? നമ്മളൊരു കൊഗ്നൈസബിൾ ഒഫൻസ്, എന്താണ് കൊഗ്നൈസൻസ് ആൻഡ് നോൺ കൊഗ്നൈസബിൾ? Cognizable offense means an offense for which an cognizable case means a case in which a police officer may, in accordance with the first schedule or under any other law for the time being in force, arrest without warrant. Cognizable offense പറഞ്ഞാൽ arrest without warrant. Non cognizable എന്ന് പറഞ്ഞാൽ can arrest but only with a warrant. നമ്മളൊക്കെ കമ്പനി സെക്രട്ടറിയുടെ പോകുമ്പോഴേ ഇതൊന്നും അറിഞ്ഞില്ല അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കിക്കോ. അപ്പോൾ അതെന്താണെന്ന് പഠിക്കണ്ടേ? വേണം. ദെൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ ഞാൻ സിവിൽ പ്രൊസീജിയർ കോഡിൽ പറഞ്ഞപ്പോൾ ഓർഡർ, ജഡ്ജ്മെൻറ്റ്, എന്താ പറഞ്ഞത്, ഡിഗ്രി, പിന്നെന്താ പറഞ്ഞത്, റിവിഷൻ, റിവ്യൂ അല്ലേ, പിന്നെന്താ റെഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. ഇൻക്വയറി, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. ദെൻ ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ. എന്താണ് ബെയിൽ? ജാമ്യം. നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ലേഡിയൊക്കെ ഒരാളെ പിടിച്ച് കയറി അങ്ങ് അടിച്ചിട്ട് അടിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എനിക്ക് പുല്ലാണ് ജയിലിൽ എന്ന് പറഞ്ഞു. അടി കഴിഞ്ഞപ്പോൾ കോടതി കേസ് എടുത്തപ്പോൾ അവിടെ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയി. എന്താണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ? എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ബെയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അത് നമുക്ക് വേണം കേട്ടോ, നമുക്ക് ഉപയോഗപ്പെടും. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഒഫൻസ്. FIR ആൻഡ് കംപ്ലൈൻറ്റ്. വാട്ട് ഈസ് FIR? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആൻഡ് കംപ്ലൈൻറ്റ്. ഒരു കംപ്ലൈൻറ്റ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ. ഇതൊരു മജിസ്ട്രേറ്റിനായിരിക്കണം കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം അയാൾക്ക് അറിയുന്ന ഒരു വ്യക്തി അയാളൊരു ഒഫൻസ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കണം. ആൻഡ് അത് ഒരു ആക്ഷൻ എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അത് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. FIR എന്ന് പറഞ്ഞാൽ ഇത് മുഹമ്മദ് യൂസഫ് വേഴ്സസ് അഫ്താബ് ജഹാൻ എന്ന് പറയുന്ന കോടതി ഡിസിഷനിലാണ് പറയുന്നതാണ് 2006. ആൻഡ് FIR എന്ന് പറഞ്ഞാൽ ആ കോടതിയിൽ നിന്ന് നമ്മൾ അത് ആ കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ അത് ആ കേസ് എടുത്തതായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് തരുന്ന റെസിപ്റ്റ് അല്ലെങ്കിൽ അവർ എഴുതുന്ന ഫസ്റ്റ് റിപ്പോർട്ടിനാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അവർ കിട്ടിയ ഇൻഫർമേഷൻ ഫസ്റ്റായിട്ട് അവർ എഴുതുന്നത്. ഏതൊക്കെ തരം കോടതികളാണ് ക്രിമിനൽ കോടതികളായിട്ടുള്ളത്? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇൻ സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, കോർട്ട് ഓഫ് സെഷൻ ആൻഡ് ഹൈക്കോടതി. എനിക്കറിയാം നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ, പക്ഷേ ഇത് പഠിക്കേണ്ടതാണ്. ഹൗ ക്യാൻ അറസ്റ്റ് ബി എഫക്റ്റഡ് ബൈ എ പോലീസ്? വെൻ ക്യാൻ പോലീസ് അറസ്റ്റ് വിത്തൗട്ട് എ വാറണ്ട്? ക്യാൻ എ പ്രൈവറ്റ് പേഴ്സൺ കോസ് അറസ്റ്റ് വിത്തൗട്ട് എ വാറണ്ട്? 3 പോയിന്റാണ്. എപ്പോഴാണ് പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുക? ഒരു വാറണ്ട് ഇല്ലാണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എപ്പോൾ? കൊഗ്നൈസബിൾ ഒഫൻസ്. ദെൻ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പേഴ്സണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ? ഒരു പ്രൈവറ്റ് പേഴ്സണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? പഠിച്ചോ. സെർച്ച് ആൻഡ് സീഷർ. സീഷർ പറഞ്ഞാൽ അർത്ഥം പിടിച്ചെടുക്കുക. സെർച്ച് പറഞ്ഞാൽ എന്താണ്? സെർച്ച് ചെയ്യുക.
Then now comes to Evidence Act, Indian Evidence Act. എവിഡൻസ് ആക്ടിൽ എവിഡൻസ് നമ്മൾ എഴുതുന്ന മിനിറ്റ്സ്, നമ്മുടെ റെസൊല്യൂഷൻസ്, ഇതൊക്കെ എവിഡൻസ് ആണ് അല്ലേ? വാട്ട് ഈസ് മിനിറ്റ്സ് ആർ ദ എവിഡൻസ് ഓഫ് ദ മീറ്റിംഗ് ഹാപ്പൻഡ് അല്ലേ? റെസൊല്യൂഷൻസ് ആർ ദ എവിഡൻസ് ദാറ്റ് ദ ഡിസിഷൻസ് ഹാവ് ബീൻ ടേക്കൺ അല്ലേ? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1972 3 type of evidence നമുക്ക് മനസ്സിലാക്കണം. ഓറൽ, ഡോക്യുമെൻ്ററി ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഓറൽ, ഡോക്യുമെൻ്ററി ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഓറൽ, ഡോക്യുമെൻ്ററി ആൻഡ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. Then what is primary evidence? What is secondary evidence? Primary evidence and secondary evidence. Then principle of estoppel. Estoppel, holding out. Estoppel is based on the maxim allegans contraria non est audendus. A person alleging contrary fact should not be heard. കോൺട്രറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ പാടില്ലെന്നാണ്. വേറൊരാൾ, എനിക്ക് അധികാരമില്ലാത്ത സാധനം എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ ഒരാളുടെ മുമ്പിൽ പറയുമ്പോൾ അത് നെഗേറ്റ് ചെയ്യേണ്ട ആൾ അത് നെഗേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എസ്റ്റോപ്പൽ എന്ന് പറയും. സൂരജ് ചന്ദർ വേഴ്സസ് ഗോപാൽ ചുന്ദർ കേസാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, it would be most inequitable and unjust that if one person by a representation made, ഒരു representation പ്രകാരം ഒരാൾ എന്ത് ചെയ്യുന്നു, or by conduct അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികാലം എന്ത് ചെയ്യുന്നു, has induced another, വേറൊരാളെ ഇൻഡ്യൂസ് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു. The person who made the representation should not be allowed to deny or repudiate the effect of his former statement to the loss of injury of the person. അതായത് ഞാൻ പറയുകയാണ്, ഞാൻ ഈ കമ്പനിയുടെ മാനേജർ ആണ് എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു, അത് ചെയ്തിട്ട് ഒരാൾക്ക് നഷ്ടം ഉണ്ടാകുന്നു, പിന്നെ ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ എന്ന് പറഞ്ഞാൽ doctrine of estoppel will work. Difference between admission and confession. Can a confession be made to a police officer? Can a confession be made to a police officer? I don't know. You think of it. If you have a doubt, use WhatsApp me. പിന്നെ ഏതൊക്കെ തരം കേസിലാണ് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണ്ടത് ചോദിക്കാം. കാരണം നമ്മളൊരു കമ്പനി സെക്രട്ടറിയാണ്, നമ്മുടെ കമ്പനിയിൽ ഒരു പ്രത്യേക പ്രോബ്ലം ഉണ്ടാകുന്നു, അത് നമ്മൾ എന്താണ് കേസ് കൂടെ നമ്മൾ ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ആ സമയത്ത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടി വരാം. വാട്ട് ഈസ് ലോജിക്കൽ റിലവൻസി ആൻഡ് ലീഗൽ റിലവൻസി? ലോജിക്കൽ റിലവൻസി ആൻഡ് ലീഗൽ റിലവൻസി. ലോജിക്കൽ റിലവൻസി ആൻഡ് നിങ്ങൾ എഴുതിയില്ലേ ലീഗൽ റിലവൻസി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് JIGLൻ്റെ ഫൈനൽ റിവിഷൻ നിങ്ങൾ അവസാനത്തെ 2 ദിവസം വായിക്കുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് വായിക്കണം. ദിസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ എക്സാമിനേഷൻ. ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ യു, റൈറ്റ്? ഇതാണ് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് മാരത്തോണിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അതിനർത്ഥം മറ്റത് വായിക്കേണ്ട എന്നല്ല. ഇത് ആൾറെഡി വായിച്ച് ഈ ബുക്ക് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത ആളോടാണ് ഞാൻ സംസാരിക്കുന്നത്. സ്പെഷ്യൽ കോർട്ട് ട്രിബ്യൂണൽ അണ്ടർ കമ്പനീസ് ആക്ട് ആൻഡ് അതർ ലെജിസ്ലേഷൻ, ചാപ്റ്റർ 12. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോർട്ട് ആൻഡ് ട്രിബ്യൂണൽ? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നാഷണൽ കമ്പനി ട്രിബ്യൂണൽ ഇസ് ഇറ്റ് എ കോർട്ട്? NCLT ഓർ NCLAT അല്ലെങ്കിൽ SAT ഇതൊരു കോർട്ടാണോ അതോ ഡിഫറെൻ്റ് ആണോ? ട്രിബ്യൂണൽ ഇസ് എ കോർട്ട്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അവർക്കൊരു ഒരു ക്വാസി ജുഡീഷ്യൽ ഡ്യൂട്ടീസ് ആണ് അവർക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാക്കണം, ട്രിബ്യൂണൽ ഈസ് നോട്ട് എ കോർട്ട്. ട്രിബ്യൂണൽ ഈസ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി വിച്ച് ഡിസ്ചാർജ് ഇറ്റ്സ് ക്വാസി ജുഡീഷ്യൽ ഡ്യൂട്ടീസ്. ക്വാസി ജുഡീഷ്യൽ എന്താ അർത്ഥം? പരിപൂർണമായും നിയമപരമായിട്ടല്ല, അതായത് കോടതി പോലെയല്ല, എന്നാൽ അതുപോലെ ആൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then
NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കാനുള്ള അവകാശമുണ്ടോ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യാൻ ഓർഡർ കൊടുക്കാൻ അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? ദെൻ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എടുക്കുന്ന ഒരു ഓർഡറിന് അല്ലെങ്കിൽ അവർ പാസ്സാക്കുന്ന ഒരു ഓർഡറിന് നമുക്ക് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൊടുക്കേണ്ടത്, എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം, അതിൻ്റെ ടൈം പീരിയഡ്, പിന്നെ എവിടെയെങ്കിലും സഫീഷ്യൻറ്റ് കോസിന് എക്സ്ക്യൂസ് കിട്ടാൻ സാധ്യതയുണ്ടോ? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ അപ്പീൽ കൊടുക്കുന്ന സമയത്ത്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സ് എന്താണ്? എത്ര ദിവസം കൊണ്ട് അപ്പീൽ കൊടുക്കുന്ന ഇവിടെ ഉണ്ടോ? ഇതൊക്കെയാണ് പ്രശ്നം. അപ്പലേറ്റ് ട്രിബ്യൂണൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വിതിൻ 45 ഡേയ്സ് ഓഫ് ഡിസിഷൻ ഇറ്റ് ഹാസ് ടു ബി, അല്ലെങ്കിൽ 45 ഡേയ്സ് ഓഫ് ദ ഡിസിഷൻ ഓർ 45 ഡേയ്സ് ഓഫ് റിസീവിംഗ് ദ കോപ്പി. ആ സമയത്ത് നമ്മൾ അപ്പീൽ കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കണം. ഈ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കാനുള്ള കാരണം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതന്നെ പറയുന്നത്, ഇത് നിങ്ങളുടെ ലൈഫാണ്. യു ആർ കമ്പനി സെക്രട്ടറി. നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ധാരാളം പ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വരുന്നതാണിത്. പിന്നെ സ്പെഷ്യൽ കോടതി ചില സമയത്ത് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ചില കേസുകളുടെ എണ്ണം കൂടുകയും അതിൻ്റെ തീരുമാനമെടുക്കാനുള്ള കൂടുതൽ സമയം എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ചില സ്പെഷ്യൽ കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ കോടതികൾ എന്താണ്, അതിൽ എത്ര ആൾക്കാരുണ്ടാകാം, സിംഗിൾ ആൾ ഒരു സ്പെഷ്യൽ കോടതിയിൽ പറ്റുമോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ, സ്പെഷ്യൽ കോടതികൾ. ദെൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ആർബിട്രേഷൻ കൺസിലിയേഷൻ. എന്താണ് ആർബിട്രേഷൻ, എന്താണ് കൺസിലിയേഷൻ? ഒരു ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവും. ഈ അടി തീർക്കാനുള്ള ഒരു സ്ഥലമാണ്, ഒരു പ്രോസസ്സാണ് ആർബിട്രേഷൻ ഓർ കൺസിലിയേഷൻ. ക്ലിയർ? ആർബിട്രേഷൻ ഓർ കൺസിലിയേഷൻ. അപ്പോൾ ആർബിട്രേറ്റേഴ്സിനെ എപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യാം, എന്താണ് ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, എന്താണ്, ദെൻ എന്തൊക്കെയാണ് ആർബിട്രേഷൻ എഗ്രിമെൻ്റ് ഉണ്ടാവുക, ദെൻ ഏത് സമയത്താണ് ഈ ആർബിട്രൽ അവാർഡ് സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റുക, Then, what are the provisions relating to settlement of dispute under Arbitration and Conciliation Act? അതിൻ്റെ provisions എന്താണ്? Then, Arbitration Conciliation Act 1996 applicable only to all arbitrations which takes place within the international commercial arbitration. Comment. International commercial arbitration. Arbitration, conciliation. Arbitration എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം ഒരാളെ തീരുമാനിക്കുന്നു, ആ ആൾ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന രീതിയിൽ അവർ അപ്പോയിൻറ്റ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ എന്ത് ആർബിട്രേഷൻ നടത്തുന്നു. കൺസീലിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേക ലീഗൽ പ്രൊവിഷൻ ഒന്നുമില്ല, അതിൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി മൂന്നാമതൊരാൾ നമ്മൾ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊരു നിയമപരമായ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് വഴിയാണ് ആർബിട്രേഷൻ നടത്തുന്നത്. ആർബിട്രേഷൻ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആർബിട്രേഷൻ നോക്കേണ്ടത്. ഈ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. 5 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞാൽ അപ്പോൾ പറയും ക്വസ്റ്റ്യൻസ്. ഓക്കെ. Then Indian Stamp Act. അടുത്തത് അതിൽ വാട്ട് യു മീൻ ബൈ ബോണ്ട്? ഈ സ്റ്റാമ്പ് ആക്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രോബ്ലം ബേസ്ഡ് ചോദ്യങ്ങൾ ആയിരിക്കും. അധികവും പ്രോബ്ലം ബേസ്ഡ് ചോദ്യങ്ങളാണ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. Can I ask a question? D executes an agreement in favor of C by which he promises to repay a loan taken by him from C. Discuss whether this is an agreement, a promissory note or a bond. ഭയങ്കരമാരല്ലേ, അറിയണ്ടാവും. ഡി എക്സിക്യൂട്ട്സ് എൻ എഗ്രിമെന്റ് ഇൻ ഫേവർ ഓഫ് സി. ഡി എന്ത് ചെയ്യുന്നു? സിക്ക് ഫേവറായിട്ട് ഒരു എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിലെന്താ പറയണത്? അയാൾ സിയിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാമെന്ന് പറയുന്നു. ഇതൊരു എഗ്രിമെന്റ് ആണോ, പ്രോനോട്ടാണോ, ബോണ്ടാണോ? When taking out any kind of loan, including a personal loan, you have just a second. When you're taking out any kind of loan, including a personal loan, you will have to sign a loan agreement in order
for a loan company to disburse the funds to you. So this agreement may also called a promissory note. ഇതൊരു ലോൺ അഗ്രിമെന്റും ആകാം, ഇതൊരു പ്രോമിസറി നോട്ടും ആകാം. കാരണം എന്താണ്, ഇയാൾ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ദിസ് പെർട്ടിക്കുലർ ജെന്റിൽമാൻ ഈസ് പ്രോമിസിംഗ് ദാറ്റ് ഐ വിൽ പേ ദിസ് മണി ടു യു. ലോൺ അഗ്രിമെന്റ് ആകാം. എന്തുകൊണ്ടാണ്, ദിസ് ഈസ് എൻ അഗ്രിമെന്റ് റിട്ടൺ ബൈ ഡി, ക്യാൻ ബി എ അഗ്രിമെന്റ്. അല്ല സാർ, അത് അങ്ങനെ ചോദ്യം ചോദിക്കുമോ, അതോ ഇത് ഒരെണ്ണല്ലേ ഉത്തരം വരാൻ പാടുള്ളൂ, രണ്ട് ഉത്തരമൊക്കെ വരുന്ന പോലെ ചോദിക്കുമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാൽക്കുലേഷനെ കുറിച്ചൊക്കെ ചോദിക്കാം. എ ഡോക്യുമെന്റ് ക്രിയേറ്റ്സ് ലീസ് ഓഫ് പ്രോപ്പർട്ടി എക്സ് ആൻഡ് ആൾസോ ഗ്രാൻസ് എ ഗിഫ്റ്റ് ഓഫ് പ്രോപ്പർട്ടി വൈ. ഹൗ ഈസ് എ സ്റ്റാമ്പ് ഡ്യൂട്ടി കാൽക്കുലേറ്റഡ്? ഒരൊറ്റ ഡോക്യുമെന്റ് ആദ്യം എക്സിന് എന്ത് ചെയ്യുന്നു, ലീസിന് കൊടുക്കുന്നു, അതിനുശേഷം അതേ പ്രോപ്പർട്ടി വൈന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഇത് 5 കൊല്ലം നിങ്ങൾ ഉപയോഗിച്ചു, 5 കൊല്ലം കഴിഞ്ഞാൽ അത് ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് പോകുന്നതാണ്. So stamp duty എങ്ങനെയാ? Stamp duty charges are entirely dependent upon the value of the transaction or goods properly mentioned in the document. But for only instrument like gift or exchange, stamp duty chargeable will depend either upon the value of the transaction or goods or property mentioned in the document. അപ്പോൾ ഏതാണോ കൂടുതൽ ആ ഒരു ഡോക്യുമെന്റിൽ അതിന് എത്രയാണോ വാല്യൂ, ആ വാല്യൂവിൻ്റെ മുകളിലാണ് ചാർജ് ചെയ്യേണ്ടത്. ഇതിൽ അതിൻ്റെ വാല്യൂ എത്രയാണോ, ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണോ അതിന് മുകളിലാണ്. എത്രമാത്രം ട്രാൻസാക്ഷൻ ഉണ്ടെന്നല്ല, അതിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ്. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കേണ്ട, അത്ര വലിയ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമല്ല. 2 മാർക്ക് കിട്ടും, 2 or 3. രജിസ്ട്രേഷൻ ആക്ട് 1980. രജിസ്ട്രേഷൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മൂവബിൾ ഗുഡ്സിൻ്റെ, മൂവബിൾ പ്രോപ്പർട്ടിയുടെ എഗ്രിമെൻ്റ്, അതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ? ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ? മൂവബിൾ ഗുഡ്സിൻ്റെ റിട്ടേൺ ആയിട്ട് പറ്റുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഓറൽ ആയിട്ട് മൂവബിൾ ഗുഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമോ? ഇമ്മൂവബിൾ ഗുഡ്സും നോക്കണം കേട്ടോ. ആൻഡ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് മുഴുവൻ പ്രോബ്ലംസ് ആയിരിക്കും. അതിൽ തിയറി ആയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ചോദ്യം പറയാം. എ ഗ്രാൻഡ് ടു ബി എ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്, നോ ഡോക്യുമെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓർ രജിസ്റ്റേർഡ്, ഈസ് എ ട്രാൻസാക്ഷൻ വാലിഡ്? ഒരു എന്താ പറഞ്ഞ ഒരു എ ഗ്രാൻഡ്സ് ടു ബി എ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. ടൈറ്റിൽ ഡീഡ്സ് ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു മോർഗേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഡോക്യുമെന്റും എക്സിക്യൂട്ട് ചെയ്തില്ല, അത് വാലിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. എ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ടൈറ്റിൽ ഡീഡ്സ് ഡസ് നോട്ട് റിക്വയർ എനി റൈറ്റിംഗ് ആൻഡ് ബീയിങ് എൻ ഓറൽ ട്രാൻസാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ലോ ഓഫ് രജിസ്ട്രേഷൻ. ഇത് വാലിഡ് ആണ്. ദെൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത് 2005. And right to freedom of speech and expression. The right to impart and receive information is a species of the right to freedom and speech and expression. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ബേസിക്സ് ആണ് പറയുന്നത്. ഈ ആക്ടിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് സാലിയൻ ഫീച്ചേഴ്സ്, അതായത് ഈ ആർ ടി ഐ എന്ന് പറഞ്ഞ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട്, റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അപ്ലിക്കേഷൻ, പ്രോപ്പർ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ടൈം ആ റിപ്ലൈ തരാൻ ബാധ്യസ്ഥരാണ്. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, CIC, ആരാണ് നമ്മുടെ CIC എന്നൊക്കെ ആലോചിച്ചോളൂ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ട് ദെൻ ഇപ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാൻ പറ്റും റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം. പിന്നെ ഏതൊക്കെ ഇൻഫർമേഷനാണ് RTI പ്രകാരം കിട്ടാത്തത്? റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ എഴുതുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ RTI കഴിഞ്ഞു, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഐ തിങ്ക് വി ആർ റണ്ണിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ. എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്?
എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ഇലക്ട്രോണിക് റെക്കോർഡ്? ഇതൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. ദെൻ IT ആക്ട് പ്രകാരമുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫൻസ് എന്താണ്, എന്തൊക്കെ ഒഫൻസ് ആണ്, എന്തൊക്കെ ഡിഫൻസ് ആണ്, ഇത് ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ചോദിച്ചതാണെന്ന് ചോദിക്കരുത്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ IT ആക്ട് പ്രകാരം വല്ല അപ്പലേറ്റ് ട്രിബ്യൂണൽ ഉണ്ടെങ്കിൽ അത് ഏതാണ്, അതിൻ്റെ എന്താ പറയുക പ്രോസസ്സ് അല്ലെങ്കിൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തെന്ന് അറിയാമോ? ഈ ഓരോ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്, അവസാനത്തെ 2 ചാപ്റ്റർ ഞാൻ പെട്ടെന്ന് വിട്ടത് എന്തിനാന്ന് വെച്ചാൽ അവസാനത്തെ 2 ചാപ്റ്ററിലും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ പെട്ടെന്ന് വിട്ടത്. പക്ഷേ ഇനി നമ്മൾ വേറൊരു സാധനത്തിലേക്ക് പോവാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ട് എന്നൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിന് പറയാം. നിങ്ങൾക്കത് എഴുതി വെക്കാം വേണമെങ്കിൽ. പറയണോ? ഓക്കെ, നോ, കം ടു ദിസ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെന്ന് വെച്ചാൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലോ. ഫസ്റ്റ് ചാപ്റ്റർ ആണേ. Precedents and types of precedents. Precedents and types of precedents. Stare decisis, ratio decidendi, obiter dicta. Stare decisis, ratio decidendi, obiter dicta. Austin's law. And you can just have a look on Roscoe also. കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ചോദ്യം ഫെഡറൽ വിത്ത് യൂണിറ്ററി ഫീച്ചർ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നന്നായിട്ട് നോക്കി വെച്ചേക്കണം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ആർട്ടിക്കിൾ 19(1)(g). ആർട്ടിക്കിൾ 19(1)(g). Difference between directive principles and fundamental rights. Keshwandavardi case. And fundamental duties of the citizens. Fundamental duties. Ordinance making power of the governor and the president. Ordinance making power of the governor and president. Bills. അതിൽ പറഞ്ഞിട്ടുണ്ട് ബിൽസ്. Types of bills and features. Types of bills and features. Types of bills and features. Different types of writs. Habeas corpus, mandamus, certiorari. Parliament committee. Then in third chapter, interpretation of statute, purpose of interpretation, rule of interpretations. What are the internal aids and external aids in interpretation? General Clause Act section 14 to 19 have a look. Section 14 to 19. 14, 15, 16, 17, 18, 19. Administrative law, അടുത്ത ചാപ്റ്റർ. Judicial control on administrative action. Judicial control on administrative action. ടോർട്ടില് റെയിലൻസ് വേഴ്സസ് ഫ്ലെച്ചർ മനസ്സിലാക്കണം. അതിൻ്റെ റൂള് കേട്ടോ, അതിൻ്റെ റൂള് മനസ്സിലാക്കണം. ദെൻ മെൻസ്രിയ, ഡാംനം സിനെ ഇൻജൂറിയ ആൻഡ് ഇൻജൂറിയ സിനെ ഡാംനം. വിക്കാരിയസ് ലയബിലിറ്റി. താങ്ക് യു പ്രദീപ്. ബാറ്ററി ആൻഡ് അസാൾട്ട്. ഡിഫാമേഷൻ. Mens rea, damnans in injuria, vicarious liability,
battery and assault, deformation. Remedies under law of tort. Limitation Act sufficient cause, doctrine of sufficient cause, effects of valid acknowledgement, continuous running of time. CPC, Civil Procedure Code. Judgment, decree and order, res judicata. Another important another. And the set off, counterclaim and equitable set off. Set off, counterclaim and equitable set off. Set off, counterclaim and equitable set off. Interlocutory orders. Interlocutory orders. Reference, review and revision. Summary procedure. All orders are not appealable, but some are appealable. Explain. All orders are not appealable, but some are. CRPC, bailable, non-bailable, cognizable, non-cognizable. Summon and warrant cases. ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പോയിന്റുകൾ ഇതിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയി വായിച്ചു പഠിക്കണം. അത് വായിച്ചു പോകുമ്പോൾ ഇതും കൂടി ഒന്ന് വായിച്ചു പോകണം കേട്ടോ. IPC സെക്ഷൻ 405 മുതൽ 409 വരെ, 405 to 409. സെക്ഷൻ 421. Evidence Act. Fact in issue and issue of fact. Fact issue and issue of fact. Admission, confession. What is privileged communication? Adutha chapter, Special Court Tribunal under Companies Act and other. Difference between court, tribunal and special court. Court, tribunal and special court. And tribunals are quasi-judicial authorities. Explain. Tribunals are quasi-judicial authorities. Explain. Arbitration conciliation. What is meant by arbitration and conciliation? International commercial arbitration. International commercial arbitration. Grounds for setting aside an arbitral award. Stamp Act. Section 456. 456. Section 20 and 23.
ആൻഡ് ബാലൻസിൽ നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. ബാലൻസ് ഉള്ളതിൽ അത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നൗ ടു കൺക്ലൂഡ് ടുഡേയ്സ് ലൈവ്, വാട്ട് ഐ വാണ്ട് ടു സേ ഈസ്, ഡോണ്ട് ലൈക്ക് തിങ്ക് ഇത്ര തന്നെ പഠിക്കണ്ടുള്ളൂ എന്ന് വിചാരിക്കരുത്. ദിസ് ഈസ് നോട്ട് ദ മാക്സിമം യു ഷുഡ് ലേൺ, ദിസ് ഈസ് ദ മിനിമം യു ഷുഡ് ലേൺ. സോ ഞാൻ എൻ്റെ ഒരു എന്ത് സിറ്റുവേഷനിലാണ് ഞാനിത് പറയണമെന്ന് വെച്ചാൽ, ഐ എം ഷുവർ ലൈക്ക് മോസ്റ്റ് ഓഫ് യു ലൈക്ക് ഹൂവർ ഇറ്റ് ഈസ് വാച്ച്ഡ് ബൈ, you might have already completed most of the portions already, or might have done the revision twice or thrice, because this is a professional course where you are putting a lot of efforts to pass through. So in that case, like this is a final touch up, like in the final points you should keep in mind while preparing for the examination. And moreover, I want to reiterate one thing: selective study is not the mantra of success. Selective study is not the shortcut of success. I am just making this marathon is only for people അവർക്ക് അവർ പഠിച്ചു പോയ കാര്യങ്ങൾ ഒന്നും കൂടി റിമെമ്പർ ചെയ്യുന്ന സമയത്ത് where you need to put little more focus, അത് മാത്രം നമ്മളിതിൽ പറയുന്നുള്ളൂ. എനിക്കറിയാം, I know that it might have been helpful to you. And we will continue this every day. Today we are with paper 1, tomorrow we will be with paper 2. And continuously we will go for the 8 papers. And if you like this video, this channel subscribe ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ലൈവിൻ്റെ എന്താണ് ലിങ്ക് കിട്ടുമ്പോൾ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. കാരണം ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും കമ്പനി സെക്രട്ടറി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇത് ഉപകാരപ്പെടണം. സോ പ്ലീസ് ഷെയർ ദ ചാനൽ ആൻഡ് സോ ദാറ്റ് ഓർ ഷെയർ ദ ലിങ്ക് സോ ദാറ്റ് ലെറ്റ് ദം ആൾസോ ടേക്ക് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് if you have any suggestions, please put down, like ഞാനിത് അപ്ലോഡ് ചെയ്യും, so you just put down that, or my WhatsApp number you can take, that is 8138908909, 8138908909. So it's a pleasure meeting you, all of you, and it's Rajiv from Artha. Thank you very much. See you tomorrow. Bye bye. Take care.